ഫ്രണ്ട്സിനെയും ഫാമിലിയും നിങ്ങളുടെ ഫാമിലി തമ്മിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാം. നമുക്കതാണ് നല്ലത്. ഇപ്പൊ ഓക്കെ ഓക്കെ ബൈ. അതായത് നോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും തമ്മിൽ ഒരു ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് ഇവർക്ക് രണ്ടുപേരും കൂടിയിട്ട് ആക്ടിവിറ്റി കൊടുക്കുക. ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും അല്ലേ പറയുന്നത്? ഒന്നിച്ചാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ ഗ്രൂപ്പിൽ ശ്രദ്ധിച്ചാൽ മതി. ശരി ശരി. അത് നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ടും ചെയ്യാനായിട്ട് പറ്റും. കമ്മ്യൂണിറ്റി അടുത്ത സ്റ്റെപ്പ് ഒരു എന്നിട്ട് ഈ കമ്മ്യൂണിറ്റി ആയിട്ട് ഗ്രൂപ്പ് തിരിക്കുക. ഇവരെ ഓരോരുത്തരും ടാലന്റ് കണ്ടുപിടിക്കുക. ഓരോരുത്തരും ടാലന്റ് കണ്ടുപിടിക്കുക. പിന്നെ ഇവർക്ക് ഓരോരുത്തർക്ക് ഒരു പേഴ്സണലായിട്ട് ഒരു ഇന്റർവ്യൂ പോലെ ചെയ്യാം. നമുക്ക് ഒരു ദിവസം ഫുള്ളേ എല്ലാവരും ഇരുത്തി നമുക്ക് വലിയൊരു ഗൂഗിൾ മീറ്റ് ചെയ്യാം. ഒരു ദിവസം ഫുള്ള് ചെയ്യാം. കാലത്ത് വൈകുന്നേരം വരെ ചെയ്യാം. അപ്പൊ കാലത്ത് വരുന്നത് കാലത്ത് വരട്ടെ, ഉച്ചയ്ക്ക് വരുന്നത് ഉച്ചയ്ക്ക് വരട്ടെ, വൈകുന്നേരം വരുന്നത് വൈകുന്നേരം വരട്ടെ. ഒരു ദിവസം ഫുൾ ഡേ നമുക്ക് വലിയൊരു മീറ്റിംഗ് വെച്ചിട്ട്, ഓൺലൈൻ മീറ്റിംഗ് വെച്ചിട്ട് ഓരോരുത്തർക്കും ഏതെല്ലാം സെക്ഷനിലേക്ക് പോകേണ്ടത് വെറുതെ എന്തെങ്കിലും ടാലന്റ് ഉള്ളത് കണ്ടുപിടിച്ച് അത് കുറെ ഡയറക്ഷൻ കൊടുക്കാം. എല്ലാവർക്കും 5 മിനിറ്റ് സംസാരിക്കാൻ സമയം കൊടുക്കാം. ഇതിൽ കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെ ഉണ്ട്. എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. അവർക്കൊക്കെ അവരുടെ ഡയറക്ഷൻ കൊടുക്കാം. 5 മിനിറ്റ് സംസാരിച്ചാൽ എനിക്ക് നിങ്ങളുടെ ഇത് കിട്ടും, കയറ്റാം. ഓക്കെ, എവിടെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ? ഇവിടെ ആരെ പറഞ്ഞൊരു പോയിന്റ് എവിടെ എത്തിയെന്ന്? ഒരു സെക്കൻഡ്, ഞാൻ ഓണാക്കാം. റെക്കോർഡിങ് വിട്ടിട്ടില്ലേ? റെക്കോർഡിംഗ് ഓണാണ്. നമ്മളെവിടെ പോയിന്റ് എത്തിയത്? ആരോടെ ടൈപ്പ് ചെയ്തിരുന്നല്ലോ. നല്ല പ്രവർത്തനം കൊണ്ട് അത്ഭുതം ഉണ്ടാക്കുക. Recording in progress. നിങ്ങളുടെ പോയിന്റ് 12 പോയിന്റില്ല. 1, 2, 3, 4, 7, 8, 9, 10, 12. പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നല്ല പ്രവർത്തികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുക. ഇത് ഭാവിയിൽ അവരിൽ നിന്നും പ്രയോജനം നേടാൻ കഴിയും. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കൂട്ടുകാരി അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ഫ്രണ്ട് ക്ലാസ്സിൽ അവൻ ഒരു 6 മാസം നിങ്ങൾക്ക് അറിയാൻ കുറച്ച് നാളുടെ അവരുടെ കൂടെ ഉണ്ട്. പക്ഷെ അവനൊരു സ്കൂളിലൊരു ഒരു പ്രത്യേക ദിവസം വന്നിട്ട് ഒരു പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുമ്പോൾ ഡാൻസുകാരായിരുന്നു, നീ ഡാൻസുകാരായിരുന്നു, അത് നിനക്ക് ഈ കാലം അറിയാമായിരുന്നോ, അല്ലെങ്കിൽ നീ വയലിൻ വായിക്കൂ, നീ ഗിത്താർ വായിക്കൂ. നമ്മൾ അത്ഭുതപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ കുറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടാവും. ശരിയല്ലേ? നമ്മളും അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊരു വണ്ടർ ആവുന്ന സമയത്ത് ആ വണ്ടർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുക എന്ന് പറഞ്ഞ സാധനം അവൻ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരും അത്ഭുതപ്പെടുത്താൻ കഴിയും. അല്ലെ? അപ്പൊ നമ്മളൊരു അത്ഭുതം ഒരുത്തന് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂടാ? അപ്പോൾ അവൻ എങ്ങനെ അത്ഭുതം ഉണ്ടാക്കി? അവൻ ആർക്കും പറഞ്ഞില്ല ഞാൻ ഗിത്താറിസ്റ്റ് ആണെന്നോ പാട്ടുകാരനാണെന്നോ ഡാൻസുകാരിയാണെന്നോ ആർക്കും പറഞ്ഞില്ല. അവൻ പറയാണ്ട് അവന്റെ അവസരം കറക്റ്റ് വന്ന സമയത്ത് അവനത് ഉപയോഗിച്ചു. അപ്പൊ എല്ലാവരും വണ്ടർ, ക്ലാസ്സിലും സ്കൂളിലുള്ളവരൊക്കെ ആകെ നമുക്ക് ഇത് ഈ കല അറിയാമായിരുന്നോ? ഇല്ലേ? അങ്ങനെ എത്രയോ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടില്ലേ? സോ അപ്പോ അങ്ങനെ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ഇപ്പോഴും ഉണ്ടാവും അങ്ങനെ ഒരു സംഭവം? പലപ്പോഴും ഉണ്ടാവും, പലരും ഓരോരുത്തർക്കും ഉണ്ടാവും. എന്തുകൊണ്ടാണ് ആ സംഭവം ഇപ്പോഴും മറന്നു പോകാതിരിക്കുന്നത്? അവനത് പറയാതിരുന്നു. അവൻ മനഃപൂർവ്വം പറയാതിരുന്ന ആവാം ഒരു പക്ഷെ, അല്ലെങ്കിൽ കാണിക്കാതിരുന്നാവാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ മൈൻഡിനുള്ളിൽ അങ്ങനെ ഓർമ്മ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ ഇതുപോലെ ഓർമ്മകൾ നിലനിർത്തിക്കൂടാ? ഇതാണ് കാര്യം. അപ്പൊ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നല്ല പ്രവൃത്തികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുക. നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവ് എന്താണോ അത് ഭാവിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടിയിട്ടോ നല്ല പ്രവൃത്തി ചെയ്യുക. ഇത് ഭാവിയിൽ അവരിൽ നിന്നും പ്രയോജനം. അപ്പൊ നിങ്ങളൊരു കഴിവ്, ഇപ്പൊ ഉദാഹരണം ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാൻ തന്നെ ഒരു ടാലന്റോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാല് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവൻ നമ്മുടെ മറ്റേ പയ്യനടാ, ഇവൻ ആ എംസിയുടെ ആളാടാ, അല്ലെങ്കിൽ ഇവൻ മിത്രമേനാണ് എന്ന് പറഞ്ഞ് എന്നെ സഹായിക്കാൻ കുറെ പേരുണ്ടാവും. അപ്പൊ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന ആളുകൾക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ഡാൻസ് മാസ്റ്റർക്കോ ഒരു ടീച്ചർക്കോ ഒരു എന്താ പറയാ കഴിവുള്ള ടാലന്റ് ഉള്ള ഒരാൾക്കോ അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളെ വണ്ടർ അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അവർ സഹായിക്കാൻ തയ്യാറാവും. ഇങ്ങനെ ഒരു ഗെയിം ഇതിനകത്തുണ്ട്.
ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഒരു സിനിമാ നടൻ നിങ്ങൾ യാത്ര ചെയ്തോണ്ടിരിക്കുക, വഴിയിൽ ആരുമില്ല, റോഡിൽ ആരുമില്ല, റോഡുകൾ വളരെ വിജനമാണ്. ഒരു കാർ ആക്സിഡന്റ് ആയി കിടക്കുക. അവിടെ ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ, സാധാരണ ലോക്കൽ സിനിമാ നടൻ, ഒരു സമൂഹത്തിൽ ഫേമസ് ആയ ആളോ, നിങ്ങളുടെ നാട്ടിൽ തന്നെ ഫേമസ് ആയ ഒരു MLA ഒരു അപകടത്തിൽ പെട്ട് കിടക്കുക, ഒറ്റയ്ക്കുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യാ? മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കെയർ നിങ്ങൾ അവർക്ക് കൊടുക്കും, ഇല്ലേ? കാരണം എന്താ, അവൻ സമൂഹത്തിൽ പ്രധാനപ്പെട്ടതാണ്, സമൂഹത്തിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അയ്യോ, ആ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്കൊരു ആക്സിഡന്റ് നിങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യണ്ടേ? അദ്ദേഹം ഒരു സിനിമാ നടനാണ്, അല്ലെങ്കിൽ MLA ആണ്, അല്ലെങ്കിൽ നാടിനെ സഹായിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നാട്ടിലെ പണക്കാരനാണ്. പണം എന്നത് മൂലധനമല്ല. എന്നാലും നിങ്ങൾ അതുപോലത്തെ എന്തെങ്കിലും പ്രവൃത്തികൾ നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സ്കൂളിലായിരിക്കുമ്പോ അവന്ന് പറയും, "ബായ്, ഞാൻ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞില്ലേ, ഇനി എന്ത് പ്രവൃത്തി ചെയ്യാൻ?" ചോദിക്കരുത്. ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലും ആരുടെ അടുത്തും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് മക്കളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അമ്മച്ചിയായിക്കോട്ടെ, വാപ്പയായിക്കോട്ടെ, ഉമ്മയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അത് ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റും നമുക്ക്, മറ്റുള്ളവരെ കൊണ്ട്. ഞാൻ തന്നെ മജീഷ്യൻ ആണെന്നൊന്നും എനിക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ബലൂൺ ആർട്ടിസ്റ്റ് ആണെന്ന് ആർക്കും അറിയില്ല. ഞാൻ ഒരു സ്ഥലത്ത് പോയ സമയത്ത് കുറെ വർത്താനം പറഞ്ഞ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഒരു ചെറിയ കുട്ടി വന്നപ്പോ ഒരു ബലൂൺ എടുത്ത് ഊതിയിട്ട് ലവൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ തലചി, ദൈവമേ, നിനക്ക് ഇതും അറിയായിരുന്ന, നിങ്ങളാര്? അപ്പൊ അപ്പൊ എന്താ പറയുന്നത്, അപ്പൊ മാജിക് കാണിച്ചെടുത്തു. ആ, നിങ്ങൾ മാജിക്കാരനാണോ? അതൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതിന്റെ ആവശ്യം നമുക്ക് ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പൊ ആ കുട്ടി വന്നപ്പോ അവർക്ക് ഉണ്ടാക്കി കൊടുത്താണ് നമ്മൾ ചെയ്തത്. അത് കാണിച്ചുകൊണ്ടാണ് നമുക്ക് അവിടെ ബഹുമാനം ഉണ്ടായെന്ന് അർത്ഥം. ബാക്കി എന്തും നമുക്ക് ഇതുണ്ടായിരുന്നില്ല. അന്ന് ആസ്ട്രോളജി എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ ബലൂൺ ഉണ്ടാക്കി കൊടുക്കുകയും 2 മാജിക്കും പിള്ളേർക്ക് കാണിച്ചു കൊടുത്തിട്ട് എന്റെ റേഞ്ച് മാറി. പിന്നെ നമ്മള് ഹീറോയി മാറി. പിന്നെ ഞാൻ പറഞ്ഞത് നിയമം, പിന്നെ ഞാൻ പറഞ്ഞത് കേൾക്കുക. സോ അത് എന്തുകൊണ്ട്? അവരെക്കാൾ ഏതോ ഒരു മേഖലയിൽ നിങ്ങൾ കഴിവുള്ളവനാണ് എന്ന് അവർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ അവരെ അത്ഭുതപ്പെടുത്തിയാൽ പിന്നെ അവർ നിങ്ങൾക്ക് അടിമയായിരിക്കും. അടിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതാണ് അവർ കേൾക്കുക. ഇങ്ങനെ ഒരു കൂട്ടത്തിനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. 2 അടുത്ത പോയിന്റ്, സഹായം ചോദിക്കുമ്പോൾ അവരുടെ താല്പര്യം ഓർക്കുക. അതായത് നമ്മളിപ്പോൾ സഹായിക്കുന്നതിന് പകരം അവർക്ക് എന്ത് കിട്ടും എന്നതിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അല്ലാതെ അപേക്ഷിക്കുകയോ പണ്ട് നിങ്ങൾ ചെയ്ത സഹായം ഓർമ്മിപ്പിക്കുകയോ അല്ല വേണ്ടത്. ഭയങ്കര വലിയ പോയിന്റ് ആട്ടത്. ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ഇത് സംശയം ബബിൻ, അനൂപ്, രാജീവ്, എന്റെ കൂടെയുള്ള ആളുകളോട് ചോദിച്ചേക്കാൻ മതി. പക്ഷെ അവർക്ക് പോലും ഇത് അറിയില്ല. അവര് പോലും ഇത് യൂസ് ചെയ്തിട്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം, ഭയങ്കര പോയിന്റ് ആണത്. ശരി. അതായത് സഹായം ചോദിക്കുമ്പോൾ അവരുടെ താല്പര്യം ഓർക്കുക. അതായത് ഉദാഹരണം, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോട് നിങ്ങൾക്ക് ഒരു 16 റുപ്യ ആവശ്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഫാമിലി എടുത്തോട്ട്, അതേ എനിക്കൊരു 16 റുപ്യ തരുമോ? എനിക്ക് അത്യാവശ്യ കാര്യമുണ്ട്. അങ്ങനല്ലേ നിങ്ങൾ ചോദിക്കുക? അല്ലെങ്കിൽ എന്റെ ഹോസ്പിറ്റലിൽ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, വട്ടവർ, അല്ലെ? 10,000 ആവാം, 2,000 ആവാം, 5,000 ആവാം, 10 ലക്ഷം ആവാം, 1 ലക്ഷം ആവാം, എന്തും ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ചോദിക്കാം. അത് 100 രൂപ ചോദിച്ചാലും ശരി, 1000 ചോദിച്ചാലും ശരി, 10,000 കടം ആരെടുത്ത് കടം ചോദിച്ചാലും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക. പക്ഷേ നിങ്ങൾ VIP-കളെയോ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാരെയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് 1000 കോടിയും ലക്ഷം കോടിയും 10,000 കോടിയും കടം ആവശ്യമുണ്ടാവും. ഇപ്പൊ ഉദാഹരണം, അംബാനി ബാങ്കിൽ പോയിട്ട് കടം മേടിക്കാൻ. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ അദാനി ഉണ്ടല്ലോ, അദാനി ഗ്രൂപ്പ്, ACC സിമന്റിന്റെ ഒരു 50% ഷെയറും ആള് മേടിച്ചു കഴിഞ്ഞു. ACC സിമന്റ് ഇത്രയും വലിയ കമ്പനി അല്ലേ? അതിന്റെ ഷെയർ കിട്ടണമെങ്കിൽ അതിനാള് ലോൺ എടുത്തിട്ടൊക്കെയാ എടുത്തത്. അവര് മറ്റേ പോയിട്ട് ബാങ്കിനോട് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഞാൻ ACC ഒരു കഥയുണ്ട്, മറ്റേ ഒരു കഥയുണ്ട്. നമ്മള് ഇന്ന ആളുടെ റിലയൻസിന്റെ ആളെ മോളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ബാങ്കിലോട്ട് പറയാം, ഞാൻ ACC സിമന്റിന്റെ ഇത്ര ശതമാനം ഷെയർ മേടിക്കാൻ പോകുന്ന ഒരാളാണ്, എനിക്ക് ഇത്ര ലക്ഷം ലോൺ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തരും, അല്ലെങ്കിൽ അവര് തരില്ല. അതിന് ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഒരാൾക്ക് കടം ചോദിക്കുമ്പോൾ അവരെടുത്ത് പറയേണ്ട കാര്യം, അതായത് എനിക്ക് ഇപ്പോൾ ഒരു 10,000 രൂപ ആവശ്യമുണ്ട്. നീ ആ 10,000 രൂപ എനിക്ക് തന്നാൽ ഞാൻ ഇന്ന ഒരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാം, ഇന്നൊരു കാര്യം നിനക്ക് വേണ്ടി മാറ്റിച്ചിട്ടുണ്ട്.
ഇങ്ങനെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ കടം മേടിക്കാൻ. അല്ലാതെ വെറുതെ ഒരാളെന്ന് കടം മേടിക്കാൻ പാടില്ല എന്നർത്ഥം. വലിയ വലിയ കമ്പനികളും അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് ആളുകളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ പറയാ, നിങ്ങൾ ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇന്നത് ചെയ്യും. നിങ്ങളില്ലെങ്കിൽ വേണ്ട, ഇനി മറ്റൊരാളുണ്ട്, നോ പ്രോബ്ലം. നീല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, മറ്റൊരാളുണ്ട്, നോ പ്രോബ്ലം, എനിക്ക് പ്രശ്നമില്ല. ഇങ്ങനെ പറഞ്ഞു വേണം കടം മേടിക്കാൻ. ക്ലിയർ? അതുപോലെ ഇപ്പൊ ഈ ഭവിൻ, അനൂപ് മാനേജർമാരെല്ലാവരും ഉള്ളപ്പോ ഞാൻ അവരോട് പറഞ്ഞത് മാനേജർമാരായിട്ടല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ കമ്മീഷൻ കിട്ടും. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക ചോദിച്ചേക്കും അവരുടെ അടുത്ത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇത്ര ശമ്പളം തരാമെന്നോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതല്ല. നീ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്, ഇങ്ങനെ ഒരു സഹായം, ഇങ്ങനെ ഒരു സംഭവം നമുക്കുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നത് തരും എന്ന് പറയാം. കൊള്ളാറ കളി, ഗെയിം. പക്ഷെ അത് അവർക്ക് പോലും അറിയില്ല. ഞാൻ എവിടെയും കടം മേടിക്കാറില്ല. ഞാൻ കടം മേടിക്കുമ്പോൾ പറയുന്ന ഉത്തരം ഇത്രേ ഉള്ളൂ. എനിക്കിപ്പോ 1 ലക്ഷം രൂപ ആവശ്യമുണ്ട്. സോ നിങ്ങളത് മറിച്ച് തരികയാണെങ്കിൽ ഞാൻ ഇന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. ഈ ഓഫർ നിങ്ങൾക്ക് ഇപ്പോഴേ കിട്ടും, പിന്നെ കിട്ടില്ല. അപ്പൊ അവൻ കടം തരാൻ നമുക്ക് തയ്യാറാവും. വേറെ എവിടേക്കും പോണ്ട ഭായി, ഞാൻ തന്നെ പൈസ തരാം എന്ന് അവര് തന്നെ പറയും. സോ നമുക്കൊരു ഓഫർ ഇടാം. അതുപോലെ നിങ്ങളിപ്പോ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് പൈസ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ സഹായിച്ചില്ലേ, നിങ്ങൾക്ക് ഞാനന്ന് കുറച്ച് ഹോസ്പിറ്റലിൽ സഹായിച്ചില്ലേ, അത് സഹായിച്ചില്ലേ, ഇത് സഹായിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അവിടെ പോയിട്ട് അവനെ പോയിട്ട് സഹായം അഭ്യർത്ഥിക്കുക. പക്ഷെ അവനതൊന്നും മൈൻഡ് എടുക്കില്ല, അല്ലെങ്കിൽ അവൾ അതിലൊന്നും മൈൻഡ് എടുക്കില്ല. നിങ്ങൾ ഒരു സാധാരണക്കാരന് കടം മേടിക്കുകയാണെങ്കിൽ ശരി, നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ കടം മേടിക്കുകയാണെങ്കിൽ ശരി, നിങ്ങൾ എന്തായാലും ശരി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ തുണിക്കട തുടങ്ങാൻ പോകുന്നുണ്ട്, ഒരു തുണിക്കട തുടങ്ങാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്. അപ്പൊ തുണിക്കട തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വേണം, ഒരാളതിന് വേണം. അപ്പൊ നിങ്ങൾ അയാളുടെ അടുത്ത് പോയിട്ട്, സാറാ എനിക്ക് പലിശയ്ക്ക് 1 ലക്ഷം രൂപ കടം തരൂ, എനിക്ക് ബിസിനസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് മേടിക്കാൻ പാടില്ല. നിങ്ങൾ മേടിക്കേണ്ടത് ഇങ്ങനെയാണ് മേടിക്കേണ്ടത്. അതായത് ഞാനൊരു തുണിക്കട തുടങ്ങുന്നുണ്ട്, അതിലൊരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്. അതിന് 1 ലക്ഷം രൂപയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ 1 ലക്ഷം രൂപ ഞാൻ തരുന്ന കുറെ പേരെ നോക്കിയപ്പോ എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ വെച്ചാല് ഞാൻ തുണിക്കട തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ലാഭത്തിൽ നിന്നും ഈ 1 ലക്ഷം ഞാൻ തിരിച്ച് തരുകയും ചെയ്യാം. അത് മാത്രമല്ല അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം നമ്മുടെ കടയുടെ ഒരു ചെറിയൊരു കോർഡിനേറ്ററോ അല്ലെങ്കിൽ ലാഭത്തിന്റെ ഒരു വിഹിതവും ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുകയാണെങ്കിൽ അയാൾ 1 ലക്ഷം രൂപ തരാൻ നിങ്ങൾക്ക് തയ്യാറാവും. ശരിയല്ലേ? അല്ലാതെ നിങ്ങൾ പോയിട്ട് എനിക്കൊരു ബിസിനസ് ചെയ്യണം, 1 ലക്ഷം രൂപ കടം തരുമോ എന്ന് ചോദിച്ചാൽ, കട എന്റെ ഒരു 10 പൈസയിലല്ലെങ്കിൽ നിന്റെ ബിസിനസ് എന്ന് പറയും. ശരിയല്ലേ? അപ്പൊ അവന് ഒരു വ്യക്തി നമ്മളൊരു വ്യക്തിയോട് കടം ചോദിക്കുമ്പോൾ അവന് എന്ത് ഉപകാരം ഉണ്ടാവുമെന്നാണ് നിങ്ങൾ പറയേണ്ടത്. അവന് എന്ത് ഉപകാരം ഉണ്ടാകും? അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് കടം മേടിക്കാൻ പാടില്ല. നിങ്ങൾ ഇത്രയും കാലം ചെയ്തു തുടങ്ങിയ ഒരു പാറ്റേൺ തെറ്റാ. നിങ്ങൾ കടം മേടിക്കുന്നു. സോ കടം മേടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. അതുകൊണ്ട് ഞാൻ ആരും പൈസ ഒന്നും കടം മേടിക്കരുത്. അത് മനസ്സിലായോ? ഒന്നും കടം മേടിക്കരുത്. കാരണം കടം മേടിക്കുക എന്ന് പറഞ്ഞ ഒരു കർമ്മം എടുത്തു കൊണ്ടുവരിക എന്നർത്ഥം. ഒരാൾ 1 ലക്ഷം രൂപ കടം മേടിക്കുന്നതോ 10,000 രൂപ കടം മേടിക്കുന്നതോ ആ കടം മേടിച്ച പൈസ പോരുന്നത് കൂടെ അവന്റെ ഒരു ബാഡ് കർമ്മ കൂടി നിങ്ങൾക്ക് ആഡായി എന്നർത്ഥം. കാര്യം മനസ്സിലായോ? മറ്റേ ഒരു മാൻഡ്രാഗന്റെ പ്രതിമ ചിരിച്ചോണ്ട് മേടിച്ചാൽ കുഴപ്പമില്ല. ചിരിച്ചോണ്ട് മേടിക്കണം. അപ്പൊ അവന്റെ കർമ്മ ട്രാൻസ്ഫർ ആവുമെന്ന് പറയും. കർമ്മ ട്രാൻസ്ഫർ ആവും. അപ്പൊ ഒരുത്തൻ പണം നിങ്ങൾക്ക് കടം തരുമ്പോ അവന്റെ ഏതോ ഒരു കർമ്മം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി എന്നർത്ഥം. നിങ്ങൾ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങളാണ്. കർമ്മം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സോ അപ്പൊ കടം മേടിക്കുമ്പോൾ എന്താണ് ബിസിനസ് ഡീൽ. അതായത് നിങ്ങൾ എനിക്ക് ഇത് തന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരാൻ തയ്യാറാണ്. നിങ്ങളില്ലെങ്കിൽ എനിക്ക് മറ്റൊരാൾ എന്ന് പറയുമ്പോൾ അവരെന്ത് ചിന്തിക്കും? എടാ ഇനി ഇവനെങ്ങനെ രക്ഷപ്പെട്ടാലോ? വേണ്ട, നമുക്ക് തന്നെ സഹായിക്കും. വേണ്ട, ഞാൻ തന്നെ 1 ലക്ഷം മതി നിനക്ക്, അതാരും കൂടുതൽ വേണം. പോയിന്റ് മനസ്സിലായോ? സോ അങ്ങനെ പറഞ്ഞു വേണം കടം മേടിക്കാൻ വേണ്ടിയിട്ട്. ഈവൻ ഞാൻ എന്റെ കമ്പനിയിലും എന്റെ സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുമ്പോഴായാലും ഇപ്പൊ ഉദാഹരണം മാനേജർ ഇന്ന് പുതിയൊരു മാനേജർ ചാലക്കുടി ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ പോവാ. ഇന്നൊരു 10 മണി 11 മണിയാകുമ്പോ വരും. ആ മാനേജറോട് ഞാൻ പറയുന്നത്, നീ ഇവിടെ ജോലിക്ക് നിന്നാൽ നിനക്ക് ഇത്ര ശമ്പളം തരാമെന്നല്ല. നിനക്ക് ഇപ്പൊ ഇത്ര രൂപ ശമ്പളം ഉണ്ടായിരിക്കും. നീ ഇവിടെ പെർഫോമൻസ് കൂടുതൽ കാഴ്ചവെച്ചാൽ നിനക്ക് ഇതിലും കൂടുതൽ ശമ്പളം ഞാൻ തരാൻ തയ്യാറാണ്. നിന്റെ പെർഫോമൻസ് ആണ് എനിക്ക് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടാണ് ജോലിക്ക് കയറ്റുക. എല്ലാ മാനേജർമാരും അങ്ങനെ തന്നെ. എല്ലാവരോടും നമ്മൾ ഇതന്നെ പറയും, ഇതേ ഡയലോഗ് തന്നെ പറയും. പക്ഷെ നമ്മൾ വാക്ക് പറഞ്ഞാൽ പാലിക്കും, അത് വേറെ കാര്യം.
അപ്പൊ ഇവിടെ കമ്പനി വളർത്തുന്ന ആളുകളെ അപ്പൊ ഇവരെന്ത് ചെയ്യും? കമ്പനി വളർത്താൻ വേണ്ടി നിലനിൽക്കും. അതല്ല എന്റെ ആവശ്യം. അപ്പൊ കമ്പനി വളർത്താൻ വേണ്ടിയിട്ടും കമ്പനിയുടെ കാര്യത്തിൽ നിലനിർത്തുമ്പോൾ ഇത്ര രൂപ കമ്പനി വന്നാൽ ഇത്ര രൂപ കമ്മീഷൻ കിട്ടും. അത് ശമ്പളമല്ല, കമ്മീഷൻ ആയിട്ട് കിട്ടും എന്ന് പറയുമ്പോ അവര് കൊള്ളാല കളി. ഇത് നമ്മൾ എറിയുന്ന ആയുധമാണ്, ഞാൻ എറിയുന്ന ആയുധമാണ്. അവരെ വിചാരം നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വരുന്നവരും അവരുടെ മാനേജർമാരും വിചാരം ഇത് അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവര് വിചാരിക്കും. ഇത് നമ്മൾ എറിയുന്ന ആയുധമാണ്, നമ്മുടെ കമ്പനി വളർത്താൻ വേണ്ടിയിട്ട്. ട്രിക്ക് ഐഡിയ. ഇന്ന് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, ഇപ്പൊ നമ്മുടെ ചാലക്കുടിയിൽ ആയാലും സ്ഥാപനത്തിൽ ജോലി ചെയ്യാം, നമ്മുടെ തൃശ്ശൂർ ജോലി ചെയ്യുന്നവരും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയാലും തിരിച്ച് നമ്മുടെ കമ്പനിയിൽ തന്നെ വരും. ഇപ്പൊ ഇന്നലെ നമ്മുടെ കമ്പനിയിൽ ഒരു ലീവ് ആയപ്പോ മുമ്പ് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പയ്യനുണ്ടല്ലോ പോയവൻ, അവൻ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കമ്പനിയിൽ ജോലി. അതേപോലെ നമ്മുടെ കമ്പനിയിൽ അലമ്പുണ്ടാക്കി പോയ പെൺകുട്ടി തന്നെയാണ്, ചാലക്കുടി കടയിൽ അലമ്പുണ്ടാക്കി പോയ പെൺകുട്ടി പറഞ്ഞു വിട്ട പെൺകുട്ടി തന്നെയാണ് ഇപ്പൊ തൃശ്ശൂരും കടയിലും വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കടയിൽ നിന്ന് പോയ എല്ലാ ആളുകളും എന്റെ ഷോപ്പിലേക്ക്, നമ്മുടെ എന്ന് പറഞ്ഞില്ല എന്റെ ഷോപ്പ് എന്ന് പറയാം, കാരണം അതിന്റെ ഡീൽ ചെയ്യുന്നത് ഞാനാ. എന്റെ ഷോപ്പിൽ വീണ്ടും അവർ വരാൻ തയ്യാറാ. അവര് ഗ്യാപ്പ് കിട്ടുമ്പോ നമ്മുടെ കടയിൽ വരും. അതേപോലെ തന്നെ നമ്മുടെ കടയിൽ നിന്ന് പോയ എല്ലാ ആളുകളും ലീവ് കിട്ടും, ബാംഗ്ലൂർ മുഴുവൊക്കെ പോയ ആളുകൾ, പഠിക്കാൻ വേണ്ടി പോയവരൊക്കെ വീണ്ടും ലീവ് കിട്ടുമ്പോ 2 ദിവസത്തിനും 3 ദിവസത്തിനും വിഷുവിനും, ഇപ്പൊ ഈ നമ്മുടെ ഈ വിഷുവിന്റെ സമയത്തും 2 ദിവസത്തിന് ഒരു പയ്യൻ വന്നു, അഭിഷേക്. അവൻ പോയതാ നമ്മുടെ കടയിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയൊക്കെ. എന്താ കാരണം അറിയും? എന്റെ സ്ഥാപനത്തില് ശമ്പളം എന്ന് പറഞ്ഞ സംഗതി അല്ല. എന്റെ സ്ഥാപനത്തില് അവറിനാണ് പൈസ, മണിക്കൂറിനാണ് പണം. അതായത് ഒരു മണിക്കൂറിന് 50 രൂപ വെച്ചിട്ട്. പിള്ളേരല്ല, എല്ലാരും പിള്ളേരാണല്ലോ അവർക്ക്. അങ്ങനെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? കൂടുതൽ അവർ തയ്ക്കാൻ ശ്രമിക്കും. മണിക്കൂറുകളാണ് അവർക്ക്. അപ്പൊ അവരോട് പറയണ്ടത് നിങ്ങളിന്ന് 2 മണിക്കൂർ ലേറ്റ് ആയിട്ട് പോയാൽ മതി, പണി കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോ 2 മണിക്കൂർ ലേറ്റ് ആയിട്ട് പറയും എനിക്ക് എന്റെ വീട്ടിൽ ആ പണിയുണ്ട് ഈ പണിയുണ്ടെന്ന് പറയും. നിങ്ങൾ പറയും, എന്റെ സ്റ്റാഫ് പറയില്ല. കാരണം എന്താ അറിയോ? എന്റെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് മണിക്കൂറിനാണ്. അവൻ 2 മണിക്കൂർ കൂടുന്നവരും അവൻ ചിന്തിക്കുക 2 മണിക്കൂർ കൂടുന്ന 100 രൂപ കൂടുതൽ, അത് കൊള്ളാല കളി. ശരി കേട്ടോ സാറേ, പോയിന്റ് മനസ്സിലായോ? ഇത് എന്നെ കുറിച്ച് പഠിക്കുക, അത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് പഠിക്കാൻ ഇവിടെ ഉണ്ട്, എന്നെ അറിയുന്ന ആളുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഈ രഹസ്യങ്ങൾ അറിയില്ല. ഞാൻ ചെയ്യുന്ന ഓരോ പോയിന്റുകളും, ഞാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഇത് എന്റെ ആയുധങ്ങളാണ്. ഇതൊക്കെ ഞാൻ മറച്ചു വയ്ക്കുന്ന ആവനാഴിയിലെ അമ്പുകളാണെന്നൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് എന്റെ സ്ഥാപനത്തോട് പിടിച്ചു നിൽക്കാനുള്ള കാരണം. അല്ലെങ്കിൽ അത് എപ്പോഴേ പോയിട്ടുണ്ടാവും. ഓക്കെ, മറ്റാരെ ഏൽപ്പിച്ചാൽ അത് തീർന്നു. പക്ഷെ എന്റെ കൺട്രോൾ ആയിരിക്കുന്ന കാലം അതിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇതുപോലത്തെ, അതുകൊണ്ട് ഈ ഒരു പോയിന്റ് പറയാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, എന്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുന്നവരോട് ഞാൻ പറഞ്ഞ ഡയലോഗ് ഇതാ: നിങ്ങളും അങ്ങനെ ആവണം നാളെ മുതൽ. ഇതുവരെയുള്ളത് പോട്ടെ. ഇനി നിങ്ങൾ ഒരാളെന്ന് പൈസ മേടിക്കുമ്പോ, പൈസ മേടിക്കാതെ നിങ്ങൾ മേടിക്കുമ്പോൾ എനിക്കിപ്പോ ഒരു 16 രൂപ ആവശ്യമുണ്ട്, എനിക്കിപ്പോ 1 ലക്ഷം രൂപ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു 10 ലക്ഷം ആവശ്യമുണ്ട്, തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇന്നത് ചെയ്യും, ഇന്ന റിസൾട്ട് ചെയ്യും. ഇങ്ങനെ പറഞ്ഞിട്ടേ കടം മേടിക്കാൻ പാടുള്ളൂ. അല്ലാതെ ആരിൽ നിന്നും കടം മേടിക്കാൻ പാടില്ല. ഇപ്പൊ കാര്യം മനസ്സിലായോ? ക്ലിയർ. അപ്പൊ അതുകൊണ്ട് ആരിൽ നിന്നും കടം ചോദിക്കരുത്. അവർക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് വേണം കടം കൊടുക്കാൻ വേണ്ടി. പിന്നെ അടുത്ത പോയിന്റ്, ശത്രുക്കളാണെങ്കിൽ പോലും സുഹൃത്ത് എന്ന രീതിയിൽ ഇടപെടുക. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാനെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന പോയിന്റ്സ് ഉപയോഗിക്കാൻ ശ്രമിച്ചു നോക്ക്. ശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നില്ലോ, ശ്രമിച്ച് നോക്കി നോക്ക്. നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ മാറ്റം ഉണ്ടാവും. ശത്രുക്കളാണെങ്കിൽ പോലും സുഹൃത്ത് എന്ന രീതിയിൽ ഇടപെടുക. നമ്മെ ബാധിക്കാൻ ഇടയുള്ള സാഹചര്യമാണെങ്കിൽ ഒരാളുമായുള്ള ബന്ധം വേർപെടുത്തിയാൽ അവരുടെ ലക്ഷ്യങ്ങളും പദ്ധതികളും മനസ്സിലാക്കാൻ സാധിക്കില്ല. നേരിട്ട് സുഹൃത്തായോ മറ്റുള്ളവർ ഉപയോഗിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നത് അത്യാവശ്യമാണ്. സോ പോയിന്റ് ഇത്രേ ഉള്ളൂ. നമ്മളെ ബാധിക്കാൻ ഇടയുള്ള സാഹചര്യമാണെങ്കിൽ ഒരാളുമായി ബന്ധം വേർപെടുത്തിയാൽ അവരുടെ ലക്ഷ്യങ്ങളും പദ്ധതികളും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതായത് വില്ലന്മാര് എന്ന സംഭവം ഉണ്ട് നമ്മുടെ ലൈഫിൽ, എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചുറ്റിലുണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാവാം, കോളേജിൽ ഉണ്ടാവാം, ഭാര്യ കല്യാണം, ഫാമിലിയിൽ ഉണ്ടാവും. ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് ബിസിനസ് പരമായിട്ട് മാത്രം വരുന്നതല്ല, ഫാമിലിയിലും ഉണ്ട്. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾ ഫാമിലിയിലും ബന്ധത്തിലുണ്ടാവും. എന്ത് സ്വന്തം അനിയനോ ചേട്ടനോ വരെ ഉണ്ടാവും, അച്ഛൻ വരെ ഉണ്ടാവും ശത്രുവായിട്ട്. ഒരു കാര്യത്തിനും മോനെ വിടില്ല,
ഗ്രഹനില പ്രകാരം അച്ഛന് ശത്രു ആവാം. ഓക്കെ. അപ്പോ അവരടുത്ത് നമ്മളൊരു സുഹൃത്ത് എന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുക എപ്പോഴും. നമുക്കറിയാം ശത്രുവാണ്, അവൻ പ്രശ്നക്കാരനാണ് എന്ന് അറിയെങ്കിൽ കൂടി അവരുടെ കൂടെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഇടപെടുക. അങ്ങനെ ഇടപെടുമ്പോൾ മാത്രമാണ് ഇപ്പൊ ഉദാഹരണം ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ചാലക്കുടി റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ റെസ്റ്റോറന്റ് ഞങ്ങൾ ചെയ്യുന്നതിന് മുൻപേ അവിടെയുള്ള കുറെ റെസ്റ്റോറന്റ്സിൽ പോയിട്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. കട തുടങ്ങുന്നതിന് മുൻപ്. അതായത് ചാലക്കുടിയിലെ ഷോപ്പ് 2 കൊല്ലം മുമ്പ് 1.5 കൊല്ലം മുമ്പ് കട തുടങ്ങുന്നതിന് മുൻപേ ഞങ്ങൾ ചാലക്കുടി പോയിട്ട് അവിടെയുള്ള കടകളിൽ കയറിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. കാരണം എന്താ? നമ്മൾ റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ അവര് തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കളായി മാറും. ഉറപ്പല്ലേ? ശത്രുക്കളായിട്ട് മാറും. അങ്ങനെ മാറാതിരിക്കാൻ നമ്മൾ ആദ്യം തൊട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. പിന്നെ ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കട തുടങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ കട തുടങ്ങുന്നുണ്ടല്ലേ, ഓക്കെ 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 എന്ന് ഫ്രണ്ട്ഷിപ്പ്. നേരെ മറിച്ച് കട തുടങ്ങിയതിന് ശേഷം നമ്മൾ പോയിട്ട് പറയുകയാണെങ്കിലോ ഇവിടെ പോരാഞ്ഞിട്ട് അതിന് അവന്റെ ഒരു കട കൂടി എന്ന് പറയുന്ന ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. സോ അത് നമ്മൾ മുൻകൂട്ടിയെ എറിയണം ആയുധം. മുൻകൂട്ടിയെ അതെല്ലാം ചിന്തിക്കണം. ശത്രു ആവും, അതിന് മുമ്പേ അവനെ ഫ്രണ്ടാക്കി വെക്കുക. അവന്റെ ശത്രു തന്നെയാണ്, പോകുന്നില്ല. പക്ഷെ അവൻ ഫ്രണ്ടാക്കി വെക്കുമ്പോൾ അവന്റെ വായിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും വീഴും. ശത്രു തന്നെയാണ് ഏറ്റവും വലിയ മിത്രം നമ്മുടെ. അവൻ തന്നെ പറയും, അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ തന്നെ പറയും ഇന്നതാണ് ഇങ്ങനെയാണ്. ശരി. അപ്പോ അതില് അപ്പൊ ശത്രുക്കളാണെങ്കിൽ പോലും സുഹൃത്ത് എന്ന രീതിയിൽ ഇടപെടുക എന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയതോ. നമ്മെ ബാധിക്കാൻ ഇടയുള്ള സാഹചര്യത്തില് അപ്പൊ ബന്ധം വേർപെടുത്തണ്ട, അങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട, അവിടെ നിർത്തിക്കോട്ടെ, നാളെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്നിട്ട് അവിടെ വെക്കുക, കട്ട് ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ അങ്ങനെ തന്നെ. കമ്പനിയിൽ ഒരു ശത്രുക്കളാണെങ്കിൽ ശത്രുവിനെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വെക്കുക. അപ്പൊ കമ്പനിയിൽ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഇവൻ തന്നെ ഒന്ന് പറയും നമ്മുടെ അടുത്ത്. ശരി. അതിനോട് ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു പോയിന്റാണ് ശത്രുവിനെ മുഴുവനുമായും തകർക്കുക. ഉദാഹരണം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാജാക്കന്മാരുടെ കഥ കേട്ടിട്ടുണ്ടോ? തല്ലി നോവിച്ച് വിട്ടിട്ട്, അതായത് എല്ലാ ഈ എന്താ പറയാ, കിങ്കരന്മാരും പരിവാരങ്ങളും എല്ലാം പോയിട്ട് വീണ്ടും പട കൂട്ടി വീണ്ടും വന്ന് വീണ്ടും യുദ്ധം ചെയ്യും. വീണ്ടും തോൽക്കും, വീണ്ടും പോവും, വീണ്ടും പട കൂട്ടി വീണ്ടും വരും, വീണ്ടും യുദ്ധം ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന കുറെ പേരെ നിങ്ങൾ പുരാണങ്ങൾ വായിച്ചിട്ടില്ലേ? കഥയൊക്കെ പഠിച്ചിട്ടില്ലേ? തോറ്റോടിയിട്ടും വീണ്ടും വരുന്നവന്മാര്. ഇത് പല രാജാക്കന്മാരെ പല കഥകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് പല രാജാക്കന്മാർക്കും പറ്റിയിട്ടുള്ള തെറ്റാണിത്. സഹതാപം തോന്നി പോട്ടെന്ന് വെക്കുന്ന ശത്രു പിന്നീട് അധികം ശക്തി ഉപയോഗിച്ച് തിരിച്ചു വരും. അതുകൊണ്ട് ശത്രുവിനെ തകർക്കുമ്പോ മുഴുവനുമായിട്ട് തകർക്കുക. അവൻ പിന്നെ ലൈഫിൽ എഴുന്നേൽക്കാനേ പാടില്ല. അങ്ങനെയാണ് തകർക്കുക, ശത്രു ഉണ്ടെങ്കിൽ. അപ്പൊ ശത്രുത എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയും കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാലേ കാര്യം മനസ്സിലാവുള്ളൂ. ഇത് പോയിന്റ്സ് ഒന്നും മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഒരുത്തൻ എപ്പോഴും കളിയാക്കാറുണ്ട്. വെറുതെ ഇപ്പോഴല്ല കേട്ടോ. ഞാൻ ഇപ്പോഴല്ല, കോഴിക്കോടും പല സ്ഥലത്ത് നിന്ന് പഠിക്കുന്ന സമയത്തും ഓരോരോ കാര്യത്തിന് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ കളിയാക്കുക. നമ്മൾ ആരെന്നവൻ അറിയില്ല, അങ്ങനെ കളിയാക്കാറുണ്ട്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ 1-2 പേരെ മുമ്പിൽ കളിയാക്കും, പിന്നെ കളിയാക്കും, അങ്ങനെ കളിയാക്കും, ഇങ്ങനെ കളിയാക്കും. അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോ ഇവനെ എല്ലാവരും മുമ്പിൽ വെച്ച് കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. എല്ലാവരും ഇരിക്കുമ്പോ ഒരു പ്രോഗ്രാം അപ്പൊ അത് നടക്കുമ്പോ എല്ലാവരും ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് അവനെ നമ്മൾ ചോദ്യം ചെയ്ത് അവന്റെ മൊത്തം ആ ഒരു കോൺഫിഡൻസ് നമ്മൾ തകർത്തു കളഞ്ഞു. മൊത്തം അവനെ കോൺഫിഡൻസ് തകർത്തു കളഞ്ഞു. ഓക്കെ. ഇതേപോലെ സൗദി അറേബ്യയിൽ ഇപ്പൊ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഞാൻ ഒരു അറബിയുടെ കടയുണ്ട്, മൊബൈൽ കട. അപ്പൊ അവിടെ ചെന്നപ്പോണ്ട് അവന് എന്നെ അറിയാം. അപ്പൊ അവൻ നമ്മൾ ശത്രുവിനെ പോലെ കാണുന്നേ. വേറൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കിയതാണ്. അപ്പൊ ആ സ്ഥലത്ത് നമുക്കൊരു പരിചയമില്ല. അപ്പൊ ഇവൻ അറബിയിലാണ് സംസാരിക്കണത്. ഇവന് മലയാളി എന്ന് വെച്ച് ഞാൻ അറബിയിൽ സംസാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ പറയണേ, അല്ല ചോദിച്ചപ്പോണ് നിങ്ങൾ മലയാളി അല്ലേ, ഇതെന്താ നിങ്ങൾക്ക് മലയാളത്തിൽ അല്ല അറബി പറഞ്ഞിട്ടുണ്ട് ഇവിടെ, മലയാളം പറയാൻ പാടില്ല, അറബി മാത്രമേ പറയാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ നമുക്കിട്ട് വെച്ചതല്ലേ. ഓക്കെ. പക്ഷെ അവൻ നമ്മൾ ശത്രുവിനെ കാണുന്നു. ശരി. അപ്പൊ ഞാൻ ശരി മനസ്സിലാക്കിയുള്ള തരാം.
ഇവര് ഒരു ദിവസം ഹോട്ടലിലേക്ക് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരുടെ കൂട്ടുകാരന്മാർ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പബ്ലിക്കായിട്ട് അവരുടെ നല്ല പണി കൊടുത്തു. അതോടെ പറയാൻ പറ്റില്ല. സോ ആ ആടൊരു അടി ഉണ്ടല്ലോ, അടി കിട്ടിയോട് കൂടിയിട്ട്, അടി എന്ന് പറഞ്ഞാൽ തല്ലിയില്ലല്ലോ അല്ലെ, തല്ലണമെന്നില്ല ഒരാൾക്ക്, മനസ്സിന് വേദനിപ്പിച്ച പോരെ. ഞാൻ അവനോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഞാൻ എല്ലാവരും പറഞ്ഞേ, അതെ ചേട്ടന്മാരെ ഇവന്റെ കടയ്ക്ക് ഞാൻ ഒന്ന് പോയ സമയത്ത് ഇവൻ ഫുൾ അറബിയിലാണ് സംസാരിച്ചത്. ഞാൻ ചോദിച്ചു ഇവന്റെ അടുത്ത്, നീ ഇന്നലെ അറബി സംസാരിച്ചെന്ന് പറഞ്ഞപ്പോ ഇവൻ പറയാണ്, അത് അറബി പറഞ്ഞിട്ടുണ്ടെന്ന്, അറബി സംസാരിക്കാം. ഞാൻ പറഞ്ഞടാ, നീ അറബിയുടെ അടിമ, നിന്നെ ഇപ്പോഴുള്ളവന്മാരാണ് ഈ നാടിനെ തകർക്കുന്നത്. ഇത്രയും വലിയ ദുരന്താണോടാ നീ, എന്നിട്ട് അതിനും ബന്ധം അറബിയുടെ മറ്റേ ആടിനെ മറ്റേ പാലെടുക്കാൻ മറ്റേ ഒട്ടകത്തിനെ കറക്കാൻ പോകൂടാ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരൻ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ അവനെ കളിയാക്കി. ജീവിതത്തിൽ ഒരിക്കലും അവൻ ചെയ്യില്ല, ലൈഫിൽ ഒരിക്കലും. മനസ്സിലായോ? അതെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ശത്രുവിനെ തകർക്കുക എന്ന് പറയുമ്പോ, പൂർണ്ണമായിട്ടും തകർക്കുക എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഇതെവിടെ ശത്രു, എനിക്കെവിടെ ശത്രു, എനിക്കെവിടെ ശത്രു ഉണ്ടാകാനാ, എനിക്ക് ശത്രുക്കൾ എവിടെ, എന്ന് ചിന്തിക്കരുത്. ശത്രുക്കൾ ചുറ്റും നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ അവനെ പൂർണ്ണമായിട്ടും തകർക്കണം. അല്ലാതെ നിങ്ങൾ ചെറുതായിട്ട് വേദനിപ്പിച്ച് വിടാൻ പാടില്ല. ചെറുതായിട്ട് വേദനിപ്പിച്ച് നോവിച്ച് വിട്ടാൽ അവൻ എന്ത് ചെയ്യും, അടുത്തതിന് വേണ്ടി അവൻ പദ്ധതി കൂട്ടും. അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ ആരായിക്കോട്ടെ, ചെറുതായിട്ട് നോവിച്ച് വിടാൻ പാടില്ല. അടിക്കുമ്പോ മെണ്ടയ്ക്ക് തന്നെ അടിക്കണം, എല്ലാവരും മുമ്പിൽ വെച്ച്. ആ അടി കിട്ടിയവനെ എഴുന്നേൽക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അടിക്കുക എന്നർത്ഥം. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെന്റെ ലൈഫിൽ ഒരുപാട് സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒടുക്കുമ്പോ എല്ലാവരും മുമ്പിലിട്ട് കൊടുക്കുക, നല്ല തരണം, ഒഴുത് തീർന്നു. നമ്മൾ ചെറുതായിട്ട് ചോണ്ടാൻ പോകരുത്, പിന്നെ അവൻ ഇങ്ങോട്ട് മാന്തും, പിന്നെ അടിപിടിയാവും, പിന്നെ കീരിമ്പാമ്പോ. ഓക്കെ, ശരി. അപ്പൊ ശത്രുവിനെ, അത് കഥകളും പഠിച്ചിട്ടുണ്ടാവും. രാജാക്കന്മാര് യുദ്ധം ചെയ്തപ്പോ രാജാക്കന്മാര്, നീ പൊക്കോ, നിന്നെ ഞാൻ വെറുതെ വിടുന്നു എന്ന് വിട്ടുകളയും, അവൻ വീണ്ടും വരും. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഓക്കെ. പിന്നെ പിന്നെ അടുത്തൊരു പോയിന്റ്, അമിത സാമീപ്യം. അതായത് വില കളയും എന്നാണ് പോയിന്റ്. സാമീപ്യം എന്ന് പറഞ്ഞാല് എപ്പോഴും ഒരാളുമായിട്ട് എപ്പോഴും നിങ്ങൾ അവരുമായിട്ട്, നിങ്ങൾക്ക് അതായത് നിങ്ങളെ വിളിച്ച എപ്പോഴും കിട്ടും, അല്ലെങ്കിൽ എനി ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആണ് എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബോധ്യം ഉണ്ടാവാൻ പാടില്ല. അതായത് അവരെ കൂടെ എപ്പോഴും നടക്കാൻ പാടില്ല എന്നർത്ഥം. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. ഏത് സമയത്തും വിളിച്ച് ഫോൺ എടുത്ത് എല്ലാ ഹെൽപ്പിനും ഞാൻ നിൽക്കുമായിരുന്നു. അപ്പൊ അവരുടെ ഉള്ളിൽ ബോധമുണ്ട്, ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെ ഉള്ളില്, മിത്രനെ വിളിച്ചപ്പോഴും കിട്ടും, അവനൊരു പണിയിലാണ്ട് നടക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അവരെ. ബട്ട് എന്നാണോ ഞാൻ ആ പരിപാടി നിർത്തിയത്, അന്ന് മുതൽ നമുക്ക് വിലയുണ്ടായെന്ന് അർത്ഥം. അത് വെച്ചിട്ട് ഇല്ല, ബിസി ഉള്ളത് പോലെ അഭിനയിക്കല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യത്തിൽ പ്രാമുഖ്യം കൊടുത്ത സമയത്ത് നമുക്ക് ഒരുപാട് വിലയുണ്ടായി. അതുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ എപ്പോഴും, അതായത് സുഹൃത്തുക്കള്, ബന്ധുക്കള്, അതുള്ള ആരായാണെങ്കിലും അവരുടെ കൂടെ എപ്പോഴും നടക്കാൻ പാടില്ല. നിങ്ങൾ വി ഐ പികളെ കണ്ടിട്ടുണ്ടോ? അവര് ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്ന ഒരു സെക്കൻഡ് വേണം സംസാരിക്കുന്നിട്ട് നിന്നിട്ട് പോകും. അവർക്ക് വേണേ വർത്താനം പറഞ്ഞിരിക്കാം, അവർക്ക് ഒരു പണിയില്ല ഇവിടെ. അവർക്ക് വർത്താനം പറഞ്ഞിരിക്കാം, കഥ പറഞ്ഞിരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അത് ചെയ്യില്ല. അവര് വരുന്നു, പരിപാടി കഴിക്കുന്നു, പോകും. നിങ്ങളുടെ ഫാമിലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഫാമിലി VIP കുറച്ചുണ്ടാവും. അവരങ്ങനെ തന്നെയല്ലേ. തലേദിവസം പോയിട്ട് കല്യാണത്തിന് കെട്ടിക്കിടക്കുന്നില്ല നിങ്ങൾ പോണ പോലെ. നിങ്ങൾ എന്ത് ചെയ്യും, തലേദിവസത്തിന് പോയിട്ട് അവിടെ പോയിട്ട് കെട്ടിക്കിടക്കും. എന്നിട്ട് അവിടെ അത് ഇത് വർത്താനം കഥ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ്, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞിട്ടും പോരില്ല. നിങ്ങളുടെ അടുത്ത റിലേറ്റീവ് ആണെങ്കിൽ ഓക്കെ, എന്നിട്ട് പിറ്റേ ദിവസമൊക്കെ നിങ്ങൾ പോരുള്ളൂ, ശരിയല്ലേ? ഇതുപോലെ നിങ്ങളുടെ ചിരിക്കുന്നു ഇവിടെ. അതും കഴിഞ്ഞാലും പോരില്ല, എന്നിട്ട് പോണാ അന്നെന്താ വീട്ടുകാർ അടിച്ചു പുറത്തു, നീ പോയേ, നമ്മൾ പോയി തരൂ, ആ ലെവലിലേക്ക് എത്തും നമ്മള്. ഒരു പണിയില്ലല്ലോ. അപ്പൊ അവരുടെ ഉള്ളിൽ എന്തുണ്ടാവും, മറ്റുള്ളവരുടെ ഉള്ളില്, അതായത് നിങ്ങളുടെ മറ്റുള്ള ഫാമിലീസ് ഉള്ളിൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഒരു പണിയില്ലാത്തവരാണ്, നിങ്ങൾ എവിടെ എത്തില്ല, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ വരും. സോ നിങ്ങൾ ഏത് സമയത്താണ് അവിടെ എടുത്തുണ്ട്, ഇപ്പൊ തലേദിവസം പോണെങ്കിൽ തലേദിവസം അവിടെ പോവാ. ഞാൻ നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ അനിയൻ അനിയത്തിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞത്, റിലേറ്റീവ്സിന്റെ തലേദിവസം പോയി ഉടനെ തന്നെ വരിക, പിറ്റേ ദിവസം കല്യാണത്തിന്റെ ടൈമിൽ പോവുക, പരിപാടി വഴിയെ വരിക. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വാല്യൂ ഉണ്ടാവും. അത് കൂട്ടുകാരെടുത്തും അങ്ങനെ തന്നെ. എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളത് കാണിക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ബിസി ആണ് എന്നുള്ള ഒരു ഇത് വേണം കാണിക്കാൻ വേണ്ടി. ഒരു ബിംബത്തെ ഉണ്ടാക്കണം. അത് സ്റ്റാറ്റസ് വഴിയാവാം, അത് ഫേസ്ബുക്ക് വഴിയാവാം, ഇൻസ്റ്റാഗ്രാം വഴിയാവാം, വാട്ടെവർ. നിങ്ങളുടെ ഫ്രണ്ട്സ് കാണുന്ന എങ്ങനെ സ്റ്റാറ്റസ്, ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ആയിരിക്കും. നിങ്ങൾ എപ്പോഴും ബിസി ആണ് എന്നുള്ള ബിംബം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ബിസി ആയിരിക്കണം. നിങ്ങൾ ബിസി ആവാനുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നർത്ഥം.
ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പഠിക്കുക, ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ തന്നെ ഉണ്ടാവും. കുറച്ച് സമയം ചോദിക്കുമ്പോഴാ നീ എവിടെ ഇപ്പോ? ഞാൻ യോഗ പഠിക്കാൻ പോണേ, തിരക്കില്ല. അത് നീ എവിടെ? ഞാൻ ജിമ്മിലാടാ, ജിമ്മിന് പോയിക്കൊണ്ടിരിക്കല്ലേ. ഓ, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നീ പറയും, ഇല്ലടാ ഞാനൊരു മറ്റേ ഇത് പഠിക്കുന്നുണ്ട്, എന്താ പറയുക, ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, അത് ലാബിൽ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോ ചോദിക്കുമ്പോഴും അവനോ അവളോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരെവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവും, ആലോചിച്ച് നോക്കിക്കോ. എപ്പോ വിളിച്ചാലും അവൻ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. ജിമ്മിന് പോകണ്ട, എനിക്ക് ജിമ്മിന് പോകണം, നടക്കില്ല, പോട്ടെ, എന്നിട്ട് അവൻ ജിമ്മിന് പോകും. അല്ലെങ്കിൽ അത് ചെയ്യണമെന്നിട്ട് അങ്ങോട്ട് പോകും. അത് ഞാൻ എപ്പോഴും അവന് കിട്ടില്ല. ഇപ്പൊ ഞായറാഴ്ച ആണെങ്കിലും പറയും, എടാ ഞായറാഴ്ച എനിക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, അത് എല്ലാ ഞായറാഴ്ച ഉള്ളതാണ്, അല്ലെങ്കിൽ ഇന്നൊരു സംഘം ഉണ്ട്, അതിന് പങ്കെടുത്തേ പറ്റുള്ളൂ, ഞാൻ പോവാ. അത് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് എനിക്ക്, അത് പങ്കെടുത്തേ പറ്റുള്ളൂ. അങ്ങനെ എവരി സൺഡേ ഇപ്പൊ നിങ്ങൾ കാലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് പോലെ എവരിഡേ നിങ്ങൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു വിഷയം എടുത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എനി ടൈം അവൈലബിൾ ആണ് എന്ന് സമൂഹത്തിനെയോ നാടിനെയോ കൂട്ടുകാരെയോ അയൽക്കാരെയോ ബോധിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ വില തന്നെ പോവുള്ളൂ. വെറുതെ ഇരിക്കും. ഇവിടെ മിനി അശോകൻ ചേച്ചി, ഗീത ചേച്ചി, രമ ചേച്ചി, എന്നിട്ട് ചേട്ടാ വല്ല പണിയുണ്ടാ? ഒരു പണിയില്ല അല്ലെ? പണിയുണ്ടാ? ഉണ്ടാകും ഓക്കെ കേട്ടാ. ഇല്ലാത്തവരോ അയലക്കാരൻ നോക്കുമ്പോ കാലത്തിന്റെ അവിടെ ഇരിക്കുന്നുണ്ട്, വൈകുന്നേരം പുറത്തുണ്ട്. പക്ഷെ പിന്നെ അടുക്കള അവിടെ. അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ നാട്ടുകാരെടുത്താലും നിങ്ങളുടെ അയൽക്കത്തിലെടുത്താലും കൂട്ടുകാരെടുത്താലും വയസ്സായ രാമചേട്ടൻ ഇവിടെ കുറെ പേരുണ്ട്, വയസ്സായ ആളുകളുണ്ട്, അജയകുമാർ നായർ ചേട്ടനുണ്ട്. ഇവരൊക്കെ എപ്പോഴും മദൻ ചേട്ടനുണ്ട്. ഇവരെപ്പോഴും ഒരു മറ്റുള്ളവരുടെ മുമ്പിലും അയൽക്കത്തിന് മുമ്പിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരു എൻഗേജിങ് ആണ്. എൻഗേജിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബിസി ആണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. വെറുതെ ഉണ്ടാക്കിയാൽ പോരാ, അതെപ്പോഴും അങ്ങനെ ആക്കണം. ഫുൾ ടൈം കിടന്നുറങ്ങുക, ആര് വെച്ചാലും ഉറങ്ങുന്നുണ്ട്, ദേ കിടന്നുറങ്ങും, ഒരു 12 ആകുമ്പോ എഴുന്നേൽക്കും, എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് കുളിക്കാൻ നോക്കും, കുളിച്ച് കഴിയുമ്പോ 1 മണിയാവും. അത് കഴിഞ്ഞ് അങ്ങനെ കുറെ പേരുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. എപ്പോഴും ബിസിയാണ്, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. ഫ്രീ ഉള്ള ടൈം ഉണ്ടാവാൻ പാടില്ല. എനി ടൈം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ എപ്പോഴും അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ കാണിക്കലല്ല, ചുമ്മാ കാണിക്കലല്ല, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. എന്നെ എപ്പോഴും നോക്കിയോ, ഞാൻ എന്തൊരു ആക്ടിവിറ്റിയിലായിരിക്കും. എനി ടൈം എന്നെ വിളിച്ചോ. ഉദാഹരണം ഇവിടെ ഭാവിനും മനോഭവം ഉണ്ട്, ചോദിച്ചു നോക്കിയോ. എനി ടൈം ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവില്ലേ. വെറുതെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഞാൻ റെസ്റ്റ് എടുക്കും. ചെറുപ്പത്തിലേ ഉള്ള ഒരു ശീലമാണ്. കാരണം എന്റെ ബ്രെയിനെ ഞാൻ രണ്ടു ഷട്ട് ഡൗൺ ചെയ്യും ഒരു ദിവസത്തിൽ. ഒന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത്, പിന്നെ ഉച്ചയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്യും. ഷട്ട് ഡൗൺ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യും. കാരണം ബ്രെയിനെ ഷട്ട് ഡൗൺ ചെയ്ത് നോർമൽ ആക്കിയിട്ട് ഞാൻ അടുത്ത ആക്ടിവിറ്റിക്ക് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ 24 ഹവേഴ്സിൽ 2 നേരം ഷട്ട് ഡൗൺ ചെയ്യും. അപ്പൊ അത് ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാല് മൊത്തത്തിൽ ഡീപ് ഇതിലേക്ക് പോയിട്ട് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യും. എന്നാലേ എനിക്ക് എനർജി കിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ ജാതകവും അതും ഇതൊക്കെ അല്ലേ മെമ്മറിയുടെ ഉള്ളിൽ. അതുകൊണ്ട് അത് ചെയ്യും ഞാൻ. അത്രയും ആക്ടിവിറ്റി, അതുകൊണ്ട് അത്രയും ബിസിനസ് അതുപോലെ അങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. പകല് ഒരു 2 ടൈമിൽ ബ്രെയിനെ ഷട്ട് ഡൗൺ ചെയ്യണം. അങ്ങനെ ബ്രെയിനെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും മിക്കവാറും. അത് ചിലപ്പോ കെടുക്കാതിരിക്കാം, ചിലപ്പോ ഇരിക്കാതിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഞാൻ അത് ആ സമയത്ത് മാത്രമാണ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കേണ്ടാവുക. അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്, അത് ഇത്, ഓട്ടം, കാർ ഓടിക്കൽ, ഡ്രൈവിംഗ്, അങ്ങനെ എന്തെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാവും. അപ്പോ പിന്നെ അടുത്ത പോയിന്റ്, പിന്നെ പ്രവൃത്തിയിലും ഇടപെടലിലും മാറ്റങ്ങൾ കൊണ്ടുവരിക. പ്രവൃത്തികളിലും ഇടപെടലുകളിലും മാറ്റങ്ങൾ കൊണ്ടുവരിക. ഈ മൂന്നും ഒരു കാറ്റഗറി ആണ്. ഇപ്പൊ എഴുതിയ ഈ 3 പോയിന്റും ഒരേ കാറ്റഗറിയിൽ പെട്ടതാണ്. ശത്രുവിനായാലും ഞാൻ പറയാം, ശത്രു ആണെങ്കിലും അവൻ തകർക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ വേണം തകർക്കാൻ. ഇതെന്താന്ന് അറിയോ, എപ്പോഴും ഒരേപോലെ പ്രവർത്തിക്കാൻ പാടില്ല. സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും ഒരേ ടൈമിൽ എപ്പോഴും ഒരേ പാറ്റേൺ യൂസ് ചെയ്യാൻ പാടില്ല. ഈ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാണ്. എപ്പോഴും ഒരു പാറ്റേൺ മാത്രമേ ഉപയോഗിക്കില്ല, വേറെ 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 പാറ്റേൺസ് ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈവൻ നിങ്ങളുടെ ഫാമിലി ഒരു പ്രോഗ്രാം നടക്കാണ്, അവിടെ നിങ്ങൾ പല രീതിയിൽ എപ്പോഴും ഒരേ പാറ്റേൺ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരേ പാറ്റേൺ, ഒരേ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. ഒരേ പാറ്റേൺ ഒരേ കാര്യം ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണെന്ന് ആർക്ക്, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ബോധ്യമുണ്ടാകും.
അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ വ്യത്യസ്ത പാറ്റേൺ ഉണ്ടാക്കണം. വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസ് നിങ്ങൾ യൂസ് ചെയ്യണം. അത് പെൺകുട്ടികളായാലും ശരി, ചേട്ടന്മാരായാലും ശരി, ചേച്ചിമാരായാലും ശരി, എല്ലാവരും ആ പാറ്റേൺ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. വ്യത്യസ്ത രീതിയിലുള്ള പാറ്റേൺ. ഓക്കെ. അതുകൊണ്ട് ഈ പാറ്റേൺ എന്ന് പറഞ്ഞപ്പോ ഉദാഹരണത്തിന് നിങ്ങൾക്കൊന്ന് പറയാം. ഒരേ രീതിയിൽ ഇപ്പൊ വസ്ത്രധാരണം ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇപ്പൊ ഉദാഹരണം എന്റെ ഫേസ് നോക്കിയാൽ ഞാൻ കുറച്ചാൾ താടി ഉണ്ടായിരുന്നു, ഇപ്പൊ താടി പിടിച്ചിട്ട്. ഇപ്പൊ ആശ മോഹൻസ് ഇവിടെ ഇരിപ്പുണ്ട്. എന്നും അതേ കോലം, എന്നും അതേ മുടി, എന്നും അതേ മീശ, എന്നും അതേ തല. ഇങ്ങനെ വല്ല കാര്യം ഉണ്ടാവും. ഡിഫറൻസ് നമ്മളെപ്പോഴും ഒരു ഡിഫറൻസ്. താടി കൊടിച്ചല്ലോ, ചുള്ളനാണ്ടല്ലോ, മുടി കൊട്ടിയല്ലോ, പാറ്റേൺ മാറ്റണം. അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ തന്നെ. സ്ത്രീകളും അങ്ങനെ തന്നെ. നിങ്ങൾ കുറെ നാള് ഇപ്പൊ ഉദാഹരണം ഇവിടെ മിനി ചേച്ചി ഉണ്ട്, അതുപോലെ തന്നെ അമ്പഴി ചേച്ചി ഉണ്ട്, കുറെ തടിയുണ്ട്, ഗിരീഷ് ചേച്ചി ഉണ്ട്, കുറെ തടിയും വെച്ച് ഇങ്ങനെ നടക്കണ്ടായിരിക്കും കുറെ കാലം. ഇതേ ഒരേ തടി, ഒരേ രൂപം, ഒരേ മോന്ത, ഒരേ കണ്ണട. ഇതിങ്ങനെ കാലങ്ങൾ ഇങ്ങനെ തന്നെ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾ ഒരു എന്തേലും ഒരു ഫുഡ് കൺട്രോൾ ചെയ്തിട്ടോ, ഉദാഹരണം ചെയ്യാൻ പറയുന്നില്ല, ചെയ്ത് നോക്കാനേ പറയുന്നുള്ളൂ. ഫുഡ് കൺട്രോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് വണ്ണം എന്തെങ്കിലും ഡയറ്റിങ് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഒരു 2 മാസം കൊണ്ട് വണ്ണമൊക്കെ ഒന്ന് കുറച്ച് സ്ലിം ആയി വയ്ക്കുക. ഒരു ഒറ്റ വട്ടം ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നാട്ടിലിറങ്ങി വയ്ക്കുക. പക്ഷെ എന്റെ അമ്മേ ഇതാരത് പോണത്, ഇങ്ങനെ ഇതുള്ളാലോ കളി. അതായത് നിങ്ങളുടെ മൊത്തം അപ്പിയറൻസ് മാറും, നിങ്ങൾ കാണുന്ന കാഴ്ച മാറും. എന്നിട്ട് നിങ്ങൾ പോയിട്ട് പറഞ്ഞു, അതേ ഞാൻ കണ്ട എന്റെ ഇത്ര ഉണ്ടാകുന്ന കിലോ ഞാൻ ഇത്ര വണ്ണം കുറച്ചു. എന്നിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞു എന്തും പറഞ്ഞു നോക്കിയേ, നാളെ ഞാൻ ചന്ദ്രനിൽ പോകുന്ന പറഞ്ഞു നോക്കിയാ അപ്പം വിശ്വസിക്കാനുള്ളത്. നാളെ ഞാൻ ചൊവ്വ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാസത്തിന് കൂടെ. ശരിയാട്ടോ, ഇവിടെ വണ്ണം കുറച്ച് ഇനിയിപ്പോ അതും ചെയ്യൂട്ടാ. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാറ്റത്തെ കൊണ്ടുവന്ന വ്യക്തി, നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം നിങ്ങൾ ഉണ്ടാക്കിയാൽ മറ്റുള്ളവരുടെ ഇതിലും അത് മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നാണ് അർത്ഥം. ആദ്യം നിങ്ങളത് ചെയ്തു കാണിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരേ തടി, ഒരേ ശീലം, ഒരേ രീതിയിൽ എപ്പോഴും നിങ്ങളുടെ അപ്പേരൻസ് അതുപോലെ കൊണ്ട് നടക്കരുത്. നിങ്ങൾ ഇടയ്ക്ക് ഒരു ചേഞ്ചസ് വരുത്തണം. ഞാൻ ഞാൻ എന്റെ പണ്ട് അങ്ങനല്ല, ഞാൻ എപ്പോഴും തലയിൽ തൊപ്പി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ വയ്ക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ. ഒറ്റയടിക്ക് അത് മാറ്റി. പിന്നെ ഇപ്പൊ കുറെ കാലം താടിയായിരുന്നു അല്ലെ, ഒരു 5-6 മാസം ഫുള്ള് താടിയും മീശയൊക്കെ ആയിരുന്നു. സോ ഒറ്റയടിക്ക് അത് മാറ്റി, കൊള്ളാലോ. ഇതിന്റെ സീക്രട്ട് ആർക്കും അറിയില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഒരു പുതുമ ഉണ്ടാക്കാൻ നമ്മുടെ രൂപത്തില് നമുക്ക് കഴിവൊന്നുമില്ലെങ്കിലും, ഒരു കഴിവില്ലെങ്കിലും നമ്മുടെ രൂപം കൊണ്ടെങ്കിലും പുതുമ ഉണ്ടാക്കണം നമുക്ക്. അപ്പൊ അവരത് എഫക്ട് ചെയ്യും. ഇവൻ എന്തോ ഉണ്ടല്ലോ, ഇവൻ പെട്ടെന്ന് മാറുണ്ടല്ലോ, ഇവൻ ചേഞ്ച് ആവുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു ബിംബത്തെ മറ്റുള്ളവരുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ഒരേ കോലം, ഒരേ രൂപം അവനെ കൊണ്ട് നടക്കരുത്. ഒരു ഡിഫറൻറ് ഉണ്ടാക്കണം. തന്റെ ശരീരത്തിൽ ഡിഫറൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന ആരാണോ അവന് മനസ്സിന് ഡിഫറൻറ് ഉണ്ടാക്കാൻ പറ്റുന്ന അർത്ഥം. മനസ്സിലായോ? തീർച്ചയായിട്ടും പറ്റും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരേ കോലത്തിലും ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലും നടക്കാതെ ടോട്ടലി ഡിഫറൻറ് ആയിട്ട് ചെയ്തിട്ട് നടക്കുക. ഇപ്പൊ പെൺപിള്ളേർ ഇപ്പൊ പ്രത്യേകിച്ച് കണ്ടിട്ടില്ലേ, ഈ കുറെ മുടി ഉണ്ടാവുന്ന ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് എന്തിനീ കട്ട് ചെയ്ത് കളഞ്ഞ മുടി? അത് മണ്ടത്തരാണ്, അതല്ല. ബട്ട് വേറെ രീതിയിൽ ഹെയറിന് വേറെ രീതിയിൽ മറ്റേ ലൂസ് ഹെയർ കിട്ടുന്ന നടന്ന പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫാമിലി തന്നെ നിങ്ങളുടെ അവിടെ പെൺകുട്ടികളെ ഇവിടെ കൊള്ളാലോ, എടുത്തിനാകുന്ന അങ്ങനെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇല്ലേ? അത് അവര് കാണിക്കാൻ വേണ്ടി അതല്ല. അതും ഒരു മാറ്റമാണ്. അവരും എന്തിനാ ചെയ്യണത്? ഡിഫറൻറ് ഉണ്ടാക്കാൻ. ഞാൻ ഡിഫറൻറ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അത് ചെയ്യുന്നതാ അല്ലെ? അതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാം. അത് നിങ്ങൾക്ക് വയസ്സായെന്നോ അല്ലെങ്കിൽ പ്രായമായെന്നോ അല്ലെങ്കിൽ ചെറുപ്പക്കാരാണെന്നൊന്നുമില്ല. മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാക്കാം, പറ്റും. നിങ്ങളങ്ങനെ മാറ്റിയിട്ട് നിങ്ങൾ പെട്ടെന്ന് മാറ്റിയിട്ട് നിങ്ങൾ പോയിട്ട് പറഞ്ഞു ഞാൻ ചന്ദ്രനിൽ പോവാന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. കാരണം എന്താ അറിയോ? നിങ്ങൾ ഒരു മാറ്റം വരുത്തിയിട്ടാണ് നിങ്ങളവിടെ പോയിട്ട് പറഞ്ഞത്. പറ്റും. അപ്പൊ അവരത് വിശ്വസിക്കും. ബിലീവേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ യോജിക്കാൻ തയ്യാറാവും. അങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ സ്വയം മാറുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ എന്തെങ്കിലും പറഞ്ഞാൽ ലോകം അനുസരിക്കുകയോ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മനസ്സിലാക്കില്ല ഈ ലോകം അങ്ങനെയാണ്. ഓക്കെ. അതുകൊണ്ട് എപ്പോഴും ഒരേ പ്രവൃത്തികളും ഒരേ കാര്യങ്ങളും ഒരേ സംസാര രീതിയും ചെയ്യരുത്. ഒരു സ്ഥലത്ത് സംസാരിച്ചോണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. കറക്റ്റ് പോയിന്റ് വെച്ച് സംസാരിക്കുക അവിടെ. അപ്പൊ ഈ ബുദ്ധി ഉണ്ടായിരുന്ന എന്താ നീ മുമ്പ് പറയാതിരുന്നേ? അപ്പൊ അതിപ്പോ പറയാൻ പാടില്ല. ഉദാഹരണം കമ്പനിയിലായിക്കോട്ടെ, ഒരു മാനേജ്മെന്റിൽ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി അതിന്റെ
അതിന് ആ ഒരു സൊല്യൂഷൻ നമുക്കറിയാം. നമ്മൾ ആരോടും പറയാൻ പാടില്ല. മിണ്ടാതിരിക്കുക. കമ്പനിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് എല്ലാവരും മുമ്പിൽ പറയുമ്പോൾ നമ്മൾ മാത്രം എഴുന്നേറ്റ് സാറേ എനിക്ക് സജഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുത്താലോ എന്ന് പറയുമ്പോൾ ഇത് കൊള്ളാലോ പരിപാടി എന്നിട്ട് കൈയടിക്കും. നേരെ മറിച്ച് നിങ്ങളാ ആ വ്യത്യസ്തമായ കാര്യം കൂട്ടുകാരന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ വാല്യൂ അവിടെ ഉണ്ടാവില്ല. അപ്പൊ കൂട്ടുകാരന്മാർ പറയും അതെന്താ ഈ ബുദ്ധി നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഇപ്പൊ പറയാൻ തോന്നിയത്. അപ്പൊ അവർക്കൊരു ആകാംക്ഷ ഉണ്ട്. ഇവന്റെ കയ്യിൽ ഇത് മാത്രല്ല കേട്ടാ വേറെ ഉണ്ടാവും. കാര്യം മനസ്സിലായോ? അപ്പൊ നിങ്ങളൊരു ഒരു ഹീറോനെ പോലെ അവർ കാണും. ഇങ്ങനെയാണ് നമ്മൾ മൂലം മാറ്റങ്ങൾ വരുത്തുക. നമുക്ക് മാറ്റം ഉണ്ടായാൽ മാത്രമേ മറ്റുള്ളവരിന് മാറ്റം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മക്കൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ ഈ ബോഡി ലാംഗ്വേജ് അപ്പയറൻസ് ഒക്കെ മാറി നിങ്ങളുടെ മക്കൾ പറയും ഹേയ് അമ്മച്ചി അപ്പശമാകെ മാറിയല്ലോ ഇതെന്ത് സംഭവം കൊള്ളാലോ. ആ ഡിഫറന്റ് ആണ് അവരെ ഉള്ളിൽ അത് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മനസ്സിലും അങ്ങനെ തന്നെ. നിങ്ങളുടെ അപ്പച്ചനെ കുറിച്ചാലും നിങ്ങളുടെ അമ്മച്ചനെ കുറിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള ബോധം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തേലും ഒരു മാറ്റം നിങ്ങളുടെ അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെമ്മറിൽ ഇപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും ഗിഫ്റ്റ് ഒന്നാവാം, വേറെ എന്താവട്ടെ, അത് നമ്മൾ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ എപ്പോഴും പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, മാറണം. ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടില്ല. ഇവൻ ഇങ്ങനെ പറയൂ, ഇവൻ ഇതേ പറയൂ, ഇവൻ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഗീത ചേച്ചി ആണെങ്കിൽ ഉണ്ട്. ഗീത ചേച്ചി ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത അവൾ ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ അങ്ങനെ പറയും. ഓക്കെ. ഇവളിപ്പോ ഇതേ പറയൂ, നമുക്ക് അറിഞ്ഞൂടെ. അങ്ങനെ പാടില്ല എന്നാ പറഞ്ഞത്. നിങ്ങളെ അളക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് പറയും എന്ന് മിണ്ടാതിരിക്കണം. ഇവള് പറയാൻ പോവാണ്, ഇവൻ പറയാൻ പോവാണ്, ഇവൻ അവസരം കിട്ടി ഇനി ഇവൻ എന്തിട്ടാണാവോ പറയാ എന്നിരിക്കണം. ടീച്ചർമാര് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാര് ഫിസിക്സ് പഠിച്ച ടീച്ചറെ ഒരു സംശയം എന്ന് ചോദിച്ചാൽ ടീച്ചർ അയ്യോ ഇവനെ കൊണ്ട് തോറ്റ്. ഇതാണ് എന്റെ ചോദ്യം. ടീച്ചർ സംശയം കേട്ടാ എല്ലാവരും എനിക്ക് ഇത്ര സംശയം ചോദിക്കാൻ തുടങ്ങി. പെട്ട് ഇനി ഇന്നത്തെ ക്ലാസ് പോയി. ഞാനൊരു സംശയം ചോദിക്കുകയാണെങ്കിൽ പെട്ട്. മനസ്സിലായോ? അന്നത്തെ ദിവസം ക്ലാസ് മൊത്തം പോവും. പിന്നെ ആ സംശയം തീർക്കുന്ന ടീച്ചർ അത്രയും വലിയ സംശയം ഞാൻ ചോദിക്കുക. പിന്നെ ആ സംശയത്തിന് ഉത്തരം പറഞ്ഞു തരണമെങ്കിൽ ആ ക്ലാസ് മൊത്തം 45 മിനിറ്റ് മൊത്തം പോവും. ക്ലാസ് പോവും. അങ്ങനെ സംശയം ഞാൻ ചോദിക്കാറുള്ളത്. അങ്ങനത്തെ സംശയം ഞാൻ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ വിട്ട് പിള്ളേർ പറയും ഇത്ര നീ സംശയം ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പുസ്തകം അടച്ചു വെക്കുന്നു. കൂട്ടുകാരിൽ പറയാം കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് തീർന്നു. ഇനിയിപ്പോ ഈ ചർച്ച തന്നെ. കാര്യം മനസ്സിലായി. സോ എന്തുകൊണ്ടാന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ പോകുമ്പോ അത് അവർക്ക് അറിയാം. എന്തേലും അത്രയും ഒരു വിഷയം കൊണ്ടാണ് മിത്രം ചോദ്യം ചോദിക്കുള്ളൂ. അപ്പോ ഇന്നത്തെ ക്ലാസ് തീർന്നു. കാര്യം മനസ്സിലായി. ചില സംശയങ്ങൾ തീർക്കാൻ ഒരു ക്ലാസ്സിൽ അടുത്ത ക്ലാസ് വരും. സാറേ മിത്രന്റെ സംശയം അന്നും തീർന്നുണ്ടായിരുന്നില്ല കേട്ടാ, അത് തീർത്തില്ല. തീർത്തില്ല അല്ലെ. എന്നിട്ട് 2 പീരീഡ്, അതായത് ഇന്നും നാളെയും അങ്ങനെ 45 പീരീഡ് പോവാ. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒന്നും വേണ്ട, എന്റെ പേരിന്റെ അർത്ഥം പറയാൻ ടീച്ചർ ഒരു 45 മിനിറ്റ് കണ്ടു എന്റെ പേരിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ സംസ്കൃതം ടീച്ചറേ. ഓക്കെ. പിന്നെ അടുത്തൊരു പോയിന്റ്, എല്ലാവരോടും ഇടപെടുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങളിൽ പല ആളുകളും ചെയ്യുന്നൊരു തെറ്റാ. ഇപ്പൊ ഈ അനൂപിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണണ്ട. അനൂപ്, ഭവിൻ ഇവരൊക്കെ എടുത്ത് ചില ആളുകൾ, കിരൺ അങ്ങനെ ഒന്നും കാണാനില്ല നമ്മുടെ. ചില ആളുകൾക്കുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, ചില ആളുകളോട് സംസാരിക്കില്ല. ഇവരെ വിചാരം, ഞാൻ ഉദാഹരണം ഇപ്പൊ ഇവർ എന്റെ കൂടെ ഉള്ളതുകൊണ്ടാട്ടാ, എനിക്ക് പറയാൻ വേറെ ആരും ഇല്ലല്ലോ നിങ്ങൾക്കത്. കാരണം ഇവര് വിചാരം ഇവര് വലിയ എന്തോ സംഭവം. അതായത് സ്വയം ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ എന്തോ വലിയ സംഭവം, ഞാൻ വലിയ എന്താണ്, ഞാൻ വലിയ ആളാ ആണ് ഉള്ളിൽ ധാരണ. എന്നിട്ട് ചില ആളോട് സംസാരിക്കില്ല. അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് ചോദിച്ചു വരും എന്ത് തേങ്ങ എന്ന് പറഞ്ഞിട്ടിരിക്കും. ഞാൻ അങ്ങനെയല്ല. ഞാൻ എവരി ഈച്ച് പേഴ്സൺ എല്ലാവരോടും സംസാരിക്കും. അത് ഇഷ്ടമില്ലാത്തവരോ ഇഷ്ടമുള്ളവരോ ശത്രുക്കളോ നാട്ടുകാരോ അങ്ങനെയൊന്നും ഇല്ല. അത് കുഞ്ഞെ കുട്ടി മുതൽ 60 വയസ്സ് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ്. എന്റെ മുമ്പിൽ കാണുന്ന ആരൊക്കെയാണോ ഇവരൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവരുടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നറിഞ്ഞെങ്കിൽ നമ്മൾ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വെക്കണം. അപ്പോഴാണ് അനൂപിന്റെ പ്രശ്നം ഭാവിയും പറയുള്ളൂ, ഭാവിന്റെ പ്രശ്നം അവൻ പറയുള്ളൂ, അവരെ പ്രശ്നം ഇവൻ പറയുള്ളൂ, ഇവന്റെ പ്രശ്നം അവൻ പറയുള്ളൂ. നമ്മൾ ഒരാളോട് മാത്രം നിങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റെന്ന് അറിയും. നിങ്ങളുടെ ജീവിതം കാലത്ത് നിൽക്കുന്നു, നിങ്ങൾക്ക് 2 കൂട്ടുകാരന്മാരുണ്ടാവും, അവരുമായിട്ട് സംസാരിക്കുന്നു, അവരുടെ കൂടെ എപ്പോഴും കോൺവെർസേഷൻ, എന്ത് പ്രശ്നമില്ല അവർ സംസാരിക്കുന്നു. ആ ഒരു ലോകത്ത് ജീവിക്കുന്ന കുറെ പേരുണ്ട്.
ഒരുപാട് പേരുണ്ട്. അവർക്ക് അതാണ് ലോകം. ആകെ 2 കൂട്ടുകാരുണ്ടാവും. അച്ഛനമ്മയും ഫാമിലി ഉണ്ടാവും. ഇതിനകത്ത് വേറെ ലോകമില്ല. പുറത്തിറങ്ങും. അത് വേറെ. സംസാരിക്കും, സിനിമ കാണും. അതല്ല. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ കാര്യത്തിൽ ഇവര് മാത്രമാണ് ഒന്നുള്ളൂ എന്നാണ് ചിന്ത. അങ്ങനെയല്ല. എല്ലാവരോടും കമ്മ്യൂണിക്കേഷൻ വേണം. എല്ലാവരോടും റോളിംഗ് വേണം. എല്ലാവരോടും 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയാൽ അപ്പോഴാണ് അവിടെയുള്ള പ്രശ്നം ഇവിടെ അറിയുള്ളൂ, ഇവിടെയുള്ള പ്രശ്നം അവിടെ അറിയുള്ളൂ. ഓഹോ! അങ്ങനെ നമ്മൾ മൈൻഡിൽ വെക്കണം. നമ്മൾ പറയും അവനോട് സംസാരിക്കില്ല, അവനോ അങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യമില്ല. വെറുതെ ഇരിക്കുന്നല്ല. എല്ലാവരോടും കമ്മ്യൂണിക്കേഷൻ വെക്കണം. ആ കമ്മ്യൂണിക്കേഷൻ എല്ലാവരുമായിട്ടും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോവുകയും വേണം. അപ്പോഴാണ് ഇവൻ ആരൊക്കെ ഉപകാരം ചെയ്യുന്നു, ആരൊക്കെ ഉപകാരം ചെയ്യുന്നില്ല, എവിടെ നിന്നൊക്കെ നമുക്ക് പണി വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈവൻ ഫാമിലിയിലും. നിങ്ങളിപ്പോ നിങ്ങളുടെ ഫാമിലിയിലും ഉണ്ടാവും ശത്രുക്കൾ. അയലക്കാരുണ്ടാവും അല്ലെ? ശത്രുക്കളുണ്ടാവും, മിണ്ടാത്ത ആളുകളുണ്ടാവും. അവരായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വെക്കണം. ശത്രു തന്നെ പറയുള്ളൂ, നിനക്ക് പണി വരുന്നുണ്ട് ട്ടാ. ശത്രു കണ്ടുണ്ടാ? ശത്രു സിനിമ കണ്ടിട്ടില്ലേ? നിനക്ക് ശത്രുവിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പണി വരുന്നുണ്ട് മോനെ നിനക്ക് എന്ന് പറയുമ്പോ, അതും പണി തരുന്നുണ്ടല്ലേ, അപ്പൊ ഒന്ന് ഒത്ത് ശ്രദ്ധിച്ചിരിക്കാം ഒന്ന്. അതേപോലെ നിങ്ങളുടെ ഫാമിലിയും പറയും. ശത്രുക്കളാണ് നിങ്ങളുടെ ഫാമിലി, ശത്രുവാണെങ്കിൽ പറയും, നിനക്കെതിരെ നിനക്കെതിരെയൊക്കെ കേസ് വരാൻ സാധ്യതയുണ്ട്, നീ സൂക്ഷിച്ചെന്ന് പറയും. അപ്പൊ തന്നെ നമ്മള് അത് കുഴപ്പമില്ല കേസ്, ഞാൻ ആലോചിച്ചത് അത് വീട്ടിൽ വിട്ട് ആലോചിക്കും, ഇവൻ എന്ത് പറഞ്ഞ് കേസ് എന്തിട്ടാ, സ്ഥലത്തിന്റെ ആയിരിക്കില്ലേ, അച്ഛന്റെ അവിടുത്തെ തറവാടായിരിക്കില്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ ഇവരായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വെക്കണം. എന്നാലേ അറിയുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയും, കേസ് കൊടുത്തു, അയ്യോ ഒരു കേസ് കൊടുത്താ സ്ഥലത്തിന്റെ പേരിൽ, അയ്യോ നമ്മൾ അറിഞ്ഞില്ലല്ലോ, ഇനിയിപ്പോ എന്തിട്ട് ചെയ്യാ. ഇത് മുൻകൂട്ടി ഇതുപോലത്തെ കേസുകളിൽ കുറെ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഫാമിലി പറഞ്ഞ, അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ ബിസിനസ്സോ നാട്ടുകാരോ ഇതൊന്നും അല്ല പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ വേണം എപ്പോഴും എല്ലാവരുമായിട്ടും. ഓക്കെ. ഞാൻ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന കാര്യമുണ്ട്. മാസത്തിൽ ഒരു ദിവസങ്ങളിലും എന്റെ എല്ലാ ഫാമിലിയും പോയി കാണും ഞാൻ, ബൈക്ക് എടുത്തിട്ട്. ഇപ്പോഴല്ല, പണ്ട്. ഇപ്പൊ പോവാറില്ല. ഇപ്പൊ അങ്ങോട്ട് വിളിച്ചാൽ ഞാൻ പോകാറില്ല, വേറെ കാര്യം. പണ്ട് അങ്ങനെയല്ല, എല്ലാ ഫാമിലി അടുത്തും പോകും. അതുകൊണ്ട് എന്താ ഗുണം എന്നറിയും, എല്ലാ അവിടത്തുള്ള അറിവ് എന്റെ ഉണ്ട്. ആരാരൊക്കെ കുറ്റം പറഞ്ഞു, ആരാർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുമോ, സ്വത്തിന്റെ കാര്യത്തിൽ, തർക്കത്തിന്റെ കാര്യത്തിൽ, പാപ്പന്റെ കാര്യം, മേമയുടെ കാര്യം, അമ്മായിമാരുടെ കാര്യം, ആരൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്, ഇവരാർക്ക് ഇനി പ്രശ്നം ഉണ്ടാക്കും, ഇവരെങ്ങനെയാണ് ഇവർ ചിന്ത, എല്ലാം എനിക്കറിയാം. ഞാൻ ഒരു വീട്ടുകാർ പറയും, അതെ ഇങ്ങനെ സംഭവം ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ, നോക്കിക്കോ എന്ന് പറയാം. അത് അതുപോലെ തന്നെ ഉണ്ടാവും. ആ വീട്ടുകാർ, നിനക്ക് എങ്ങനെയത് മനസ്സിലായേ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നു. സ്വത്തിന്റെ കാര്യം, തറവാട് സ്വത്ത് ഭാഗം വെക്കലൊക്കെ വരുമ്പോ സമയത്തെ അത് അങ്ങനെ വെറുള്ളൂട്ടാ, അവർ ഈ സ്വത്ത് ചോദിക്കണ്ട, അവർക്ക് ഇതാ വേണ്ടട്ടാ എന്ന് പറയുന്നത് വെച്ചാല് അവരോട് സംസാരിക്കുമ്പോ അവരുടെ വായിൽ നിന്ന് തന്നെ വരും അത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതുകൊണ്ട് എല്ലാ ആളുകളായിട്ട് കാണുക. അതിന്റെ അതേപോലെ സംഭവമാണ് അവരെ വില കുറച്ച് കാണാതിരിക്കുക. ആരെയും വില കുറച്ച് കാണരുത്. നമ്മളെന്തോ വലിയ സംഭവമാണ്, നമ്മളെന്തോ വലിയൊരു ഒരുപാട് ആളുകളുള്ള ഈ ഇതാണ് ഞാൻ കണ്ടുള്ളത്. നമ്മളൊരു സംഭവം ആയിക്കോട്ടെ, അതൊക്കെ ഓക്കെ പറയുന്നതൊക്കെ. പക്ഷെ എന്തുകൊണ്ട് വിലയില്ലാത്ത ആളുകളെ വില അങ്ങനെ കാണാതിരിക്കണം. അത് ഒരു പിച്ചക്കാരനാരും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നലെ ഒരുത്തൻ നടന്നു പോവാ, മറ്റേ കുഞ്ഞു മനുഷ്യൻ, കുട്ടി മനുഷ്യൻ. അപ്പൊ ഞാനിങ്ങനെ ചാലക്കുടി കടയിൽ ഇങ്ങനെ തിരക്കിലാണ്, സാധനം കാറിൽ ഉണ്ടെങ്കിൽ തിരക്കില്ല, റോട്ടിൽ കൂടെ ആള് പോണത്. അപ്പൊ ആൾ എന്നെ കണ്ടുനോക്കി ഒറ്റ തിരിച്ചു വരവാ, താടി വെച്ചിട്ട്. ആള് പറഞ്ഞു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളാണ്, സഹായിക്കാൻ പറ്റും, ജോലി തരാന്ന് വെച്ചിട്ട് വന്നത്. ചെറിയ ആൾക്ക് കുട്ടി മനുഷ്യനല്ലേ, പക്ഷെ ആൾ അത്ഭുതദ്വീപിൽ അഭിനയിച്ചിട്ടുള്ളവനാ. സിനിമ അത്ഭുതദ്വീപ് ഉണ്ടല്ലോ, ആ അത്ഭുതദ്വീപിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാ. പക്ഷെ ആൾക്ക് ലോട്ടറിയിൽ വിൽക്കലാണ്ട് വേറൊരു പണിയും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് വഴികളുണ്ട്, പേടിക്കണ്ട. ഇത് മാത്രമല്ല ജോലി. കുറെ കാര്യം എടുത്തിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു 15-20 ആളെ വിളിച്ച് കടയുടെ ഉള്ളിൽ കയറ്റി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് ആള് നിന്ന ചെയ്തത്. ഒരു ഏകദേശം 20 മിനിറ്റോളം സംസാരിച്ചു ഞാൻ ആ സമയത്ത്. അവര് ഭക്ഷണം വയ്ക്കലും നിന്നല്ലേ. പക്ഷെ ഇന്നലെ ഞാൻ 20 മിനിറ്റ് ഞാൻ ആൾക്ക് വേണ്ടി ചെലവാക്കി. എന്തിന്? കാരണം അവന് പിച്ചക്കാരനാണ്, അല്ലെങ്കിൽ അങ്ങനെ അത്ഭുതദ്വീപിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോ എനിക്കറിയാതെ മനസ്സിലായി. കാരണം ഞാൻ അത്ഭുതദ്വീപില് ഈ കുട്ടിമനുഷ്യന്മാരെ എല്ലാവരും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകളെ തൃശ്ശൂര് ക്യാമ്പയിൻസ് ഉള്ളപ്പോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പണ്ട്, ഇവരുടെ ക്യാമ്പയിനൊക്കെ ഉള്ളപ്പോ. അപ്പൊ ഇയാളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പോ എന്തോ ഒരു ഇതിന്റെ പരമായിട്ട് അങ്ങോട്ട് പോണ ആൾ എന്റെ മണിക്ക് തിരിച്ചു ഓടി വന്നു ഇങ്ങോട്ട്. ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് ആളെന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടത് എനിക്ക് എന്തോ ഒരു സംഭവം തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചത്. അല്ലെങ്കിൽ ഞാൻ അടുത്ത് സഹായം ചെയ്യുന്ന ആളല്ല, ഞാൻ പിച്ചക്കാരനല്ല, പിച്ച് ചെയ്യുന്ന ആളല്ല. ഞാൻ ലോട്ടറി ഒക്കെ വിറ്റിട്ട് അങ്ങനെ എനിക്ക് ആരുടെ അടുത്തും അടിമാവാൻ താല്പര്യമില്ല, കടം പിടിക്കാനും താല്പര്യമില്ല. അങ്ങനെയാണ് ആള് പറഞ്ഞിട്ട് വന്നത്. പക്ഷെ എന്നെ കണ്ടപ്പോഴേക്കും ആൾ ഓടി വന്നു, പോയിക്കൊണ്ടെങ്കിൽ ആൾ തിരിച്ചു വന്നു. അതാണ് രസം. അതെന്താന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും വില കുറച്ച് കാണുന്നില്ല.
ആരെയും അവൻ ഒരു പിച്ചക്കാരൻ വന്നാൽ കൂടി ആ സ്പേസ് നമ്മൾ കൊടുക്കും. ഓക്കെ. പക്ഷെ പിച്ച ചോദിച്ചു വരുന്നവനല്ല. പിച്ചക്കാരൻ വേറെ, പിച്ച ചോദിച്ചു വരുന്നവൻ വേറെ. ചോദിച്ചു വരുന്നത് നമ്മൾ ഓടിക്കും, പൊക്കോളാൻ പറയും. സോ നമ്മൾ ആരെയും വില കുറച്ച് കാണില്ല. അവർക്ക് വേണ്ടി ഒരു സ്പേസ് തന്നെ ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ നമ്മൾ കൊടുക്കും. ഇവൻ എന്നെ കാണാൻ ചാവണം എന്നുകൊണ്ട് എന്നെ കാണാൻ വരുന്ന ആളായിരുന്നു, ഞാൻ ഒരു 5 മിനിറ്റ് കൊടുക്കും. ഇത് ഇന്നുണ്ടായതല്ല, ഇത് പണ്ട് തൊട്ടേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വിഷയം. പണ്ട് തൊട്ടേ ഞാൻ എല്ലാവർക്കും ഒരു സ്പേസ് കൊടുക്കും. നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. അവനോ വീട്ടിൽ വന്ന അവളോ വന്നിരിക്കുക ഇപ്പൊ, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല, ഞാൻ നിൽക്കാൻ പാടില്ല. നിങ്ങളുടെ ഇപ്പൊ ഒരു കല്യാണത്തിന് പോയി, സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി, അവിടെ നിങ്ങൾ ശത്രു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവനും ഒരു സ്പേസ് കൊടുക്കാൻ നോക്കുക. അവൻ സംസാരിക്കാൻ വന്നാലും ശരി, അവനും ഒരു സമയം കൊടുക്കുക, അവനും ഒരു ഗ്യാപ്പ് കൊടുക്കുക, അവനോട് സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടുപിടിക്കുക. അങ്ങനെ നിൽക്കുമ്പോ ഈ 2 പോയിന്റും കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? സംസാരം അപ്പൊ ആ ഒരു സംസാരത്തിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാരണം മുൻകൂട്ടി അറിയാനും പ്രപഞ്ചം നിങ്ങളുമായിട്ട് കണക്ട് ആവാനും സാധിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ഒരു നിങ്ങൾ തല്ലിവിട്ട ഒരു പാമ്പായിക്കോട്ടെ, പാമ്പ് എന്ന് പറഞ്ഞാല് മറ്റേ പാമ്പല്ല കേട്ടോ, മോഹിച്ചു വിട്ടത് അവനായിക്കോട്ടെ, എന്തായിക്കോട്ടെ, തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. ശത്രുവിനെ തകർക്കുമ്പോൾ പൂർണ്ണമായിട്ടും തകർക്കുക, എല്ലാവരുമായിട്ടും ഇടപഴകിക്കൊണ്ടിരിക്കുക, ശത്രുക്കളോടും സംസാരിക്കുക, എല്ലാവരുമായിട്ട് വന്നിട്ട് സൈക്കോളജിക്കലും പരമായിട്ട് നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് ആദ്യം പറയുമ്പോൾ മനസ്സിലാവണമെന്നൊന്നുമില്ല. ഞാനും ഇതൊക്കെ പഠിച്ച സമയത്ത് ഞാനിത് മനസ്സിലാക്കി ചെയ്തൊന്നുമല്ല. പക്ഷെ ഞാൻ അത് പ്രാവർത്തികമാക്കി. അതാണ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതിനുള്ളിൽ, അല്ലെങ്കിൽ ഇത് പഠിക്കുക എന്നതിനുപരി ഇത് ലൈഫിൽ അപ്ലൈ ആക്കുക. കുറച്ച് പാടാണ് ഇത് ആക്കി വരാൻ. സമയം പിടിക്കും. നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയ ഇമേജ് ഒക്കെ പോകുന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. ഈ ഇതിലേക്ക് കടന്നാലുണ്ടല്ലോ, നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ടാവും. എല്ലാവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഇവൻ ആര്, എങ്ങനെ, ഇവൻ എപ്പോ പ്രതികരിക്കും, എപ്പോ പ്രതികരിക്കില്ല എന്നെല്ലാം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ. അപ്പോ ആരെയും വില കുറച്ച് കാണരുത്. നിങ്ങളുടെ ബന്ധുക്കളായാലും ശരി, നിങ്ങൾ ഇവനൊക്കെ എന്ത് ചെയ്യാനാ, ഇവരൊന്നും നാളെ ഒന്നും ആവില്ല എന്ന് ചിന്തിക്കരുത്. അവൻ തന്നെ പണി തരും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ള പല കമ്പനികൾ, മൾട്ടി മില്യൺ കോർപ്പറേഷൻ കമ്പനികൾക്ക് പറ്റിയുള്ള പണികൾ എന്തിട്ടുണ്ടെങ്കിൽ ഒരാളെ മാനേജറായിട്ട് വെക്കും. ആ മാനേജർ അവനെന്ത് ചെയ്യും, കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെ കമ്പനിയെ വളർത്താൻ വേണ്ടി അവൻ സഹായിക്കും. ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യും. പക്ഷെ ഈ മുതലാളി എന്ത് ചെയ്യും, അവനെ വെറും മാനേജർ എന്ന നിലയിൽ മാത്രം കാണും. അവന് ശമ്പളം കൂട്ടി കൊടുക്കില്ല, അവന്റെ പെർഫോമൻസിന് പൈസ കൊടുക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവൻ പറയും, സാർ എനിക്ക് കുറച്ച് പൈസ കൂടുതൽ വേണം, ഞാൻ ഇത്രയൊക്കെ ജോലി കൂടെ ചെയ്യുന്നുണ്ട്, ഞാൻ കമ്പനി വളർത്തി, കമ്പനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എനിക്ക് ശമ്പളം കൂട്ടി തരുമ്പോ അവനെ പല കമ്പനികളും ഉണ്ടായ കാര്യമായിട്ട ലോകത്ത് മുഴുവൻ, അവനെ വില കുറച്ച് കാണും ആ മുതലാളി. നീ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ആള് വരും, നീ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ആളെ കിട്ടും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഇവനെ പറഞ്ഞു വിടും. അപ്പൊ ഇവൻ ചിന്തിക്കും, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നിട്ട് ഇവനെ പറഞ്ഞ് ഇവൻ പോകും. ഇവൻ പോയിട്ട് ഇതേപോലെ കമ്പനി, ഇതേ സിസ്റ്റം, ഇതേ പാറ്റേണിൽ കമ്പനി ആരംഭിക്കും. ഇതന്നെ ആരംഭിക്കും. ആരംഭിച്ചിട്ട് ഇവന് ഇതിന്റെ കഴിവല്ലാണ്ടല്ല, ഇവൻ എന്ത് ചെയ്യും, ആ കമ്പനി തകർക്കും. അങ്ങനെ അയാൾക്ക് വലിയൊരു പാരയായിട്ട് മാറും ഇങ്ങോര്. കാര്യം മനസ്സിലായോ? അത് ചെറിയ ഇത് തുടങ്ങി, തട്ടുകട തുടങ്ങി, എന്തോ ആയിക്കോട്ടെ, എല്ലാം മൾട്ടി മില്യൺ കമ്പനികൾ വരെ, ചെറിയ സ്ഥാപനം തുടങ്ങി, ഒരു തുണിക്കട തുടങ്ങി, അങ്ങനെ ലോകത്ത് വലിയ വലിയ ലോക രാജ്യങ്ങൾ സംഭവിച്ചിട്ടുള്ള തെറ്റുകളാണിത്. ഒരുപാട് കമ്പനികൾ തകർന്നു പോയതിന്റെ പുറകിൽ ഇതുപോലത്തെ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ കമ്പനി വളർത്തുന്ന ആരായാലും അവന് പൈസയും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കും. കമ്പനിയുടെ എല്ലാ നിയന്ത്രണവും അവനെ ഏൽപ്പിക്കും. അവന് മാന്യമായിട്ടുള്ള ശമ്പളം ഞാൻ കൊടുക്കും. അവൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് മാന്യമായിട്ട് ശമ്പളം തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും. പണിയെടുക്കുന്നില്ല ഒന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ അവൻ കമ്പനിയെ വളർത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട്, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ അവൻ അറിയാമെങ്കിൽ അവനെ കമ്പനിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുക എന്നൊരു കടമ കൂടി ഒരു മുതലാളിക്കുണ്ട്. കമ്പനി നിന്റെയും കൂടിയാണെന്ന് പറയുക എന്നൊരു സംഭവം. അങ്ങനെ വരുമ്പോ അവൻ അവിടെ നിൽക്കും. അല്ലെങ്കിൽ അവൻ തന്നെ നാളെ ശത്രുവായിട്ട് മാറുന്ന അർത്ഥം. ഉദാഹരണം, എന്റെ എംബർഗർ എന്നുള്ള സ്ഥാപനത്തിൽ ഒരുത്തൻ വന്ന് അവനിതെല്ലാം പഠിച്ച്, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്ത്, അവൻ മാർക്കറ്റിംഗ് ചെയ്ത് കമ്പനി ഉയർത്തി നല്ല ലെവലിൽ കൊണ്ടുവന്ന സമയത്ത് അവൻ ശമ്പളം കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കാതിരുന്നാൽ അവൻ എന്ത് ചെയ്യും, അവൻ അപ്പുറത്ത് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ വൈ ബർഗർ തുടങ്ങും. എനിക്ക് പാരയായിട്ട് മാറും. അത് എനിക്ക് വലിയൊരു പാരയും. അങ്ങനെ വൈ ബർഗർ അവൻ ചെയ്യും. അപ്പൊ പണി കിട്ടും. ഇത്
നിങ്ങൾക്കിത് നിങ്ങൾ ഈ ചുറ്റുവട്ടം ജീവിക്കുന്നോണ്ടാ നിങ്ങൾ മൾട്ടി കമ്പനികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ കമ്പനികൾക്കൊക്കെ പണി കിട്ടിയിട്ടുള്ളൂ ഇതുപോലെ. ഒന്നുമില്ലാതെ പോയിട്ടുണ്ട് ആ കമ്പനിയൊക്കെ. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഇത് കമ്പനി വേണമെന്നൊന്നുമില്ല. കമ്പനി തന്നെ വേണമെന്നില്ല. അത് ഫ്രണ്ട്സ് ആവാം, കൂട്ടുകാരാവാം, എല്ലാവരാവും. ഓക്കെ. അപ്പോ ആരും വില കുറച്ച് കാണരുത്. എല്ലാവർക്കും കൊടുക്കേണ്ട സ്പേസ് കൊടുക്കുക. വില കുറച്ച് കാണുന്ന ശത്രുക്കളെ ബന്ധുക്കളാക്കുക. ഓക്കെ. പിന്നെ അടുത്തൊരു പോയിന്റ്, ആരുടെയും പക്ഷം ചേരാതിരിക്കുക. ഒരാളുടെ പക്ഷം മാത്രം സംസാരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഒരാളുടെ പോയിന്റ് മാത്രമായിട്ട് പറയില്ല. ഒരാളെ വ്യക്തിയുമായിട്ട് ഞാൻ പറയില്ല. ഞാൻ പറയുമ്പോ എല്ലാവരും കൂടി ഉൾപ്പെടുത്തിട്ട് പറയുള്ളൂ. എല്ലാവരും ഉൾപ്പെടുത്തിട്ട് ഞാൻ കാര്യം പറയുള്ളൂ. ഒരാളെ എടുത്തിട്ട് നിനക്ക് ഇങ്ങനെ പ്രശ്നം പറയില്ല. എല്ലാവരും കൂടിയിട്ട് പറയുള്ളൂ. ഒരാളുടെ പക്ഷം ചേർന്ന് നിൽക്കരുത്. ഒരാൾ നല്ല പ്രവൃത്തി ചെയ്താൽ നല്ല പ്രവൃത്തി ചെയ്തു, അതൊക്കെ ഒക്കെ തന്നെയാണ്. പക്ഷെ അവന്റെ പക്ഷം ചേർന്ന് സംസാരിക്കരുത്. എല്ലാവരും ചീത്ത പറയുമ്പോ എല്ലാവരും ചീത്ത പറയണം ഓരോരുത്തർ. അപ്പോ നമുക്കൊരു മൂല്യമുണ്ട്. ആ മൂല്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നമ്മൾ മറ്റുള്ളവരെ തമ്മിൽ തല്ലിൽ ഇടപെട്ട് സമയവും വിലയും കളയരുത്. എന്തെങ്കിലും കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ ബന്ധുക്കളിലോ അവർ തമ്മിൽ തല്ലോട്ടുണ്ടാകുമ്പോ, ഈവൻ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ സ്കൂൾ പഠിക്കുമ്പോ, ചെറുപ്പത്തില് സ്കൂൾ പഠിക്കുമ്പോ, കോളേജിലൊക്കെ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ 2 കൂട്ടുകാരുടെ തല്ലുകൂടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഒരാളുടെ പക്ഷം ഞാൻ സംസാരിക്കും. അപ്പൊ അവള് പറയും, അല്ലെങ്കിൽ അവൻ പറയും, ആഹാ ഇപ്പൊ നിനക്ക് അവരെ മതിയല്ലേ. അപ്പൊ എടാ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഓ തെറ്റും നോക്കിയിട്ടാണല്ലോ നീ ഇത്രയും കാലം ചെയ്യേണ്ടായിരുന്നു. ഇപ്പൊ നിനക്ക് അവരെ മതിയല്ലേ എന്ന് പറഞ്ഞ ആ ബന്ധം തന്നെ മുറിവേൽക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവും. ശരിയല്ലേ? ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. 2 പേരെ പക്ഷം നിൽക്കാൻ പാടില്ല. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തിൽ നിൽക്കുക. ഇതിനാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഒരാളുടെ പക്ഷം ചേർന്ന് സംസാരിക്കാൻ പാടില്ല. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കില്ല. ആരുടെ ഭാഗത്ത് നിൽക്കൂല. നമുക്ക് എന്റെ സ്വന്തമായിട്ടൊരു മൂല്യം ഉണ്ടാവും, സ്വന്തമായിട്ട് തത്വം ഉണ്ടാവും. അതിലൂടെ മാത്രമേ പോവുള്ളൂ. പിന്നെ അടുത്തൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പല സ്ഥലത്തും പണി കിട്ടിയിട്ടുണ്ടാവും. ഇത് ചെറുപ്പം തൊട്ടേ കിട്ടിയിട്ടുണ്ടാവും. എപ്പോഴും എല്ലാവരെക്കാളും സാമർത്ഥ്യം പ്രദർശിപ്പിക്കാൻ പാടില്ല. എപ്പോഴും എല്ലാവരെക്കാളും സാമർത്ഥ്യം പ്രദർശിപ്പിക്കാൻ പാടില്ല. അതായത് ബഹളങ്ങൾ ഇല്ലാതെ വേണം കാര്യം ചെയ്തു തീർക്കാൻ. അതായത് ഉദാഹരണം പറഞ്ഞുതരാം. എപ്പോഴും കൂടുതലും മിടുക്ക് കാണിക്കാൻ പാടില്ല. കൂടുതൽ മിടുക്ക് കാണിച്ചാൽ ആരും ഇഷ്ടപ്പെടില്ല. പറ്റുന്ന കാര്യങ്ങളും നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ ചെയ്യുക. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു സ്കൂൾ ലീഡർ ഉണ്ട്. അവൻ ഭയങ്കര മിടുക്കനാണ്. പക്ഷെ മിടുക്കനാണ് അവൻ സ്വയം വാദിക്കുകയും സ്വയം ചെയ്യുകയും അതുപോലെ തന്നെ അവൻ എല്ലാത്തിനും മിടുക്ക് കാണിക്കണമെന്ന് ആവശ്യമില്ല. ഇവൻ എന്തിട്ടത്, ഇവൻ വലിയ മാർക്കാരുടെ അവൻ വലിയ മാർക്കൊക്കെ മേടിക്കുന്നുണ്ട്, ശരി സമ്മതിച്ചു. ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നിണ്ടാവില്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാ? അവൻ ആ മിടുക്ക് എപ്പോഴും കാണിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാ. ആ മിടുക്ക് അവൻ മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ അവൻ പഠിക്കുന്ന കുട്ടിയെന്ന് അറിയില്ല, അവൻ മിടുക്കൊന്നും കാണിക്കുന്നില്ല. പക്ഷെ എല്ലാ പരീക്ഷ പേപ്പർ വന്നപ്പോ എല്ലാത്തിനും A+ കിട്ടിയല്ലോ. നിങ്ങൾക്ക് എന്ത് അവനോട് ആരാധന തോന്നും അല്ലെ? എല്ലാത്തിനും മിടുക്ക് കാണിക്കാൻ പോകുമ്പോ നിങ്ങൾക്ക് ആരാധന ഉണ്ടാവില്ല, അവരോട് വെറുപ്പുണ്ടാവുള്ളൂ. ശരി, നിങ്ങൾക്കും അങ്ങനല്ലേ? അപ്പൊ നിങ്ങളെയും മറ്റൊരു ലോകം അങ്ങനല്ലേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാത്തിലും മിടുക്ക് കാണിക്കാൻ പോകരുത്. രഹസ്യമായിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരുന്നത്, അപ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതും അല്ലെങ്കിൽ അത് പ്രവർത്തിച്ച് കാണിക്കേണ്ടതും. അപ്പൊ എപ്പോഴും പറഞ്ഞു നടക്കാനും പാടില്ല. അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണ് ചെയ്ത് പറയാൻ പാടില്ല. എപ്പോഴാണോ അവസരം വരുന്നത്, ആ അവസരം വരുമ്പോൾ മാത്രം പ്രയോഗിക്കുക. ഓക്കെ. അപ്പൊ എപ്പോഴും സാമർത്ഥ്യക്കാരനാവരുത്. എപ്പോഴും സാമർത്ഥ്യക്കാരനാണ്, ഇവനെല്ലാം ചെയ്യും, ഇവൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇവൻ ഓടിച്ചടിച്ചും എന്ന് അങ്ങനെ എല്ലാത്തിലും അങ്ങനെ നിൽക്കാൻ പാടില്ല. കൂടുതലും എല്ലാ കാര്യത്തിലും മിടുക്ക് കാണിക്കാൻ പാടില്ല. അത് ഇവൻ മുതലാളിയുടെ മുമ്പിലായാലും ശരി, ഒരു കമ്പനിയിലായാലും ശരി, നിങ്ങളുടെ ഫാമിലിയിലായാലും ശരി, വല്ലാണ്ട് മിടുക്ക് കാണിക്കാൻ പോകണ്ട. ഓക്കെ. അടുത്തൊരു പോയിന്റ്, ജയിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങൾ വരുമ്പോ അവിടെ തോൽവി സമ്മതിക്കുക.
ജയിക്കാൻ പറ്റാത്ത സ്ഥലത്ത് എവിടെയാണോ അവിടെ തോൽവി സംഭവിക്കുക. കാരണം തോറ്റു കൊടുത്തിട്ട് പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാൻ സമയം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, എതിരാളി ഉണ്ടാവും, എതിരാളിക്ക് അവൻ ജയിച്ചു എന്ന് പറഞ്ഞൊരു മിഥ്യാധാരണ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സമയം കണ്ടെത്തി വീണ്ടും തിരിച്ചു വരിക. ഇത് പലരും അവരോട് ഇത് പലർക്കും മനസ്സിലാവില്ല, അവര് ചെയ്യൂല കേട്ടോ കുറെ പേര്. പക്ഷെ ഇതൊക്കെ ലൈഫിൽ ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ എത്തിയുള്ള സീക്രട്ട്. മനസ്സിലാക്കുക. അതായത് നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ തോൽക്കേണ്ടതായിട്ട് വരും. എല്ലാവർക്കും ജയിക്കാൻ പറ്റുന്ന വരില്ല. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോ എം തിയറിയുടെ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞ ഒരാൾ വന്നെന്ന് വിചാരിക്കുക. ഉദാഹരണം, അയാളുടെ പോയിന്റ്സിനൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സറണ്ടർ ആവേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം ഞാൻ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഇരിക്കണത്. അപ്പൊ എന്റെ ബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ ഒരു പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ വലിയൊരു മഹാനോ അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാള്, സമൂഹത്തിൽ വലിയൊരാളോ അല്ലെങ്കിൽ നല്ല നോളജ് ഉള്ള ഒരാളോ എന്റെ അടുത്ത് വന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്കോ ഉത്തരം പറയാൻ പറ്റാതെ വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പല സമയത്തും. ഇപ്പോ ഈവൻ നമ്മുടെ ഒരുപാട് പേരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. മോഹനം വൈദ്യരെ പോലുള്ള പലരും അതുപോലെ പെട്ടിട്ടുണ്ട് അല്ലെ. മോഹനം വൈദ്യരൊക്കെ മറ്റേ ഇന്റർവ്യൂവിന് പോയിട്ട് അപ്പൊ സമ്പൂർണ്ണ പരാജയമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇല്ലേ. സോ അങ്ങനെ ഒരു പക്ഷെ എനിക്ക് വരേണ്ടി വന്നാൽ ഞാൻ തീർച്ചയായിട്ടും തോൽവി സമ്മതിക്കും. ഞാൻ എന്താ പറയാന്നറിയോ? അതെ, ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തരാൻ സാധിക്കുന്നില്ല. ഞാൻ തോൽവി സമ്മതിക്കുന്നു. ഞാൻ ഇതിലും കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് ഉത്തരം തീർച്ചയായിട്ടും തരാം. ഇപ്പോൾ ഞാൻ വിടവാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് വേണം ഒഴിഞ്ഞു മാറാൻ. അല്ലാണ്ട് അവരോട് തർക്കിച്ച് അത് ശരിയല്ല, ഇത് ശരിയല്ല, മറ്റേ ശരിയല്ല, അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറയുമ്പോൾ ലോകം എന്ത് പറയും? ഇവനെ കടിങ്ങ പൊട്ടനാ, ഇവൻ ചോദിച്ചത് ഉത്തരം തരൂല, എന്നിട്ട് ഇവൻ ഇതിനെ ന്യായം പറയാൻ നിൽക്കുക, ഇവന്റെ ഒരു എം തിയറി എന്ന് പറഞ്ഞ് നാളെ എന്നെ ലോകം കളിയാക്കും. ബുദ്ധിമാനായ ഞാൻ എന്ത് ചെയ്യണം? സറണ്ടർ ആവുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. ഈ സറണ്ടർ ആവാൻ പല ആളുകളും പറ്റില്ല, സമ്മതിക്കില്ല ഇവന്മാര്. അതും ഭർത്താവിന്റെ മുമ്പിലായാലും ശരി, ഭാര്യയുടെ മുമ്പിലായാലും ശരി, കുട്ടികളുടെ മുമ്പിലായാലും ശരി. കാർന്നോർക്ക് മറ്റേ എവിടെ എന്തും ചെയ്യാന്ന് പറഞ്ഞ പോലെ നമ്മൾ വലിയ സംഭവമാണ്. ഇനി നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയല്ലേ പല കാര്യങ്ങളിലും തോൽവി സമ്മതിക്കാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ലേ? അവര് തെറ്റ് പറ്റിയിട്ടും തോൽവി സമ്മതിക്കില്ല. നിങ്ങളും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നിങ്ങളും മക്കളുടെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ലേ? തോക്കുന്നത് ഇഷ്ടമല്ല. ഈ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്റെ തത്വശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയത് പ്രകാരം ജയിക്കാൻ സാധിക്കാത്ത സ്ഥലത്ത് തോൽവി സമ്മതിച്ച് കൊടുക്കുക എന്നാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ച് പൂർവാധിക ശക്തിയോടെ ഉയർന്നു വരിക. എന്നിട്ട് അപ്പൊ എതിരാളികൾ എന്ത് ചിന്തിക്കും? ഇവൻ തോറ്റുപോയി എന്ന് വിചാരിക്കും. പല സിനിമകൾ കണ്ടിട്ടില്ലേ? അങ്ങനെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? നടൻ തോറ്റുപോയി എന്ന് വിചാരിക്കും. പക്ഷെ അവൻ ഉള്ളിൽ മാസ്റ്റർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നായകൻ വീണ്ടും പോയിട്ട് വീണ്ടും തിരിച്ചു വരും. തോറ്റതുപോലെ പോവും. വില്ലൻ അങ്ങനെ തന്നെ. ശരി, ഞാൻ തോറ്റു, ഞാൻ സമ്മതിച്ചു. എന്നിട്ട് വില്ലൻ തിരിച്ചു പോകും. എന്നിട്ട് ആളെ കൂട്ടി വീണ്ടും വരും. എന്നിട്ട് വില്ലന്റെ വീട്ടുകാരെ കടിച്ച് ഓപ്പടാക്കും. എന്നിട്ട് അല്ലെ വില്ലന്റെ മറ്റേ കാമ്പും തട്ടി കൊണ്ടുപോകും. വില്ലന്മാർ ചെയ്യുന്ന പരിപാടി നായകൻ പ്രതീക്ഷിക്കില്ല. ഇവൻ തോറ്റുപോയി എന്ന് വിചാരിക്കണേ. ആരും അടി കൊണ്ട് ഇന്റർവെല്ലാകുമ്പോ അങ്ങനെയാണല്ലോ. വില്ലൻ അടി കൊണ്ട് വില്ലൻ പോയി. എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ നായകൻ വിചാരിക്കും, ഇവൻ അടി കിട്ടി, പോയടാ, ഇവൻ തോറ്റു, എന്നിട്ട് പോവും അല്ലെ. പക്ഷെ വില്ലൻ പോയിട്ട് തോൽക്കോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. എടാ, ഇവനെ തോൽപ്പിനെ എന്നിട്ട് വഴി ഇവന്റെ പെണ്ണുണ്ട്, അവനെ പിടിക്കാം, അച്ഛനമ്മേനെ അവനെ പിടിച്ച് കെട്ടിടാം. അച്ഛനമ്മേനെ പിടിച്ച് കെട്ടിടും, പെണ്ണിനെ പിടിക്കാം, അല്ലെ കാമുകിനെ പിടിക്കും. ഇതെല്ലാം സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത്. നടന അപ്പൊ നടൻ അയ്യടാ പെട്ട്, എന്നിട്ട് നടൻ അതിന്റെ കൂടെ കഷ്ടപ്പെട്ട് വാളിട്ട് വില്ലൻ പിടിച്ച് കൊപ്പടാക്കി നടീനെ രക്ഷിക്കും, വീട്ടുകാരൊക്കെ രക്ഷിക്കും. അപ്പൊ നമ്മുടെ നടൻ ഹീറോ ആയി. അല്ലെ? ഇതല്ലേ ലോകം മുഴുവൻ കാണുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. തോൽവി സമ്മതിച്ചവൻ പോയിട്ട് തോൽവി സമ്മതിച്ച് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നതാ, ബ്രെയിൻ ഉപയോഗിച്ചിട്ട് അല്ലെ. അപ്പൊ അവൻ ആ തോൽവി സമ്മതിക്കുന്നുണ്ട് ഇല്ലേ, വില്ലൻ. അതേപോലെ നിങ്ങളും തോൽവി സമ്മതിച്ചേ പറ്റൂ. നിങ്ങൾ വില്ലനോ ഹീറോയോ അത് വേറെ വിഷയം. പക്ഷെ ലൈഫിൽ പല സമയത്തും തോൽവി സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ജയിക്കാൻ സാധിക്കാത്ത പല സ്ഥലങ്ങളിലും നിങ്ങൾ സറണ്ടർ ആവാം. എന്റെ തീരിനെ തകർക്കാൻ വേണ്ടി ഒരുത്തം വന്നിട്ട് നല്ല വെല്ലുവിളിച്ച് എന്റെ പോയിന്റ്സ് അടിച്ച് തകർത്താൽ നമ്മൾ അവന്റെ മുമ്പിൽ സറണ്ടർ ആവുക എന്നല്ലാതെ വേറെ വഴിയില്ല. ഞാൻ സറണ്ടർ ആവും. ഞാൻ സറണ്ടർ ആയേ പറ്റൂ. ഇനി വേറെ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പെയിന്റ് പണിക്ക് പോയി. പെയിന്റ് പണിക്ക് പോയ സമയത്ത്
പോയ സമയത്ത് ഒരു ചേട്ടൻ ഞാൻ ചെറിയൊരു സംസാരം ഉണ്ടായി. സംസാരം ഉണ്ടായി. ആ സംസാരത്തിന് ഞാൻ തോറ്റു കൊടുക്കുക ചെയ്തു. അത് തോറ്റു. പക്ഷെ കൂട്ടുകാരന്മാരെല്ലാരും വിചാരിച്ചു എപ്പം ഇത്ര അടിച്ച് തകർത്ത് ദൈവം ഇല്ല ആന കുതിര എന്നൊക്കെ പറയും. ഞാൻ അയാളെ മുമ്പ് സറണ്ടറായി. എന്റെ ഫ്രണ്ട്സിനെല്ലാം അത്ഭുതമായി. അത് മാത്രമല്ല എന്നോട് ബഹുമാനവും കൂടി. കാരണം ഈ വ്യക്തി ആരെന്നറിയോ? ഈ വ്യക്തി എല്ലാ മാസത്തിലെ എല്ലാ കൊല്ലവും 1-ാം തീയതി ഈ വ്യക്തി ശിവന്റെ അമ്പലത്തിലേക്ക് പോകും. അത് എത്ര വർഷമായിട്ട്? 20 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. 20 വർഷം കാണുന്നത് മറ്റുള്ളവര്. പക്ഷെ അതിന് മുമ്പ് പോകുന്നുണ്ട് നമുക്കറിയില്ല. പക്ഷെ 20 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് തന്നെ പറഞ്ഞ 20 വർഷമായിട്ടാണ് എല്ലാ ദിവസവും വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു മഴയാണെങ്കിലോ? മഴയാണെങ്കിൽ മഴയത്തും പോകും. ഞാൻ കണ്ടിട്ടുണ്ട്. ഹർത്താലാണെങ്കിലോ? ഹർത്താലാണെങ്കിലും ആള് പോകുന്നു. നടന്നുകൂടുന്നു. ഒരു ദിവസം 1-ാം തീയതി ഹർത്താലായിരുന്നു. ആള് പറയാ കൂട്ടുകാരൻ പറയാ ആളെ കൂട്ടുകാരാണ് പറയാ ഈ വ്യക്തി ശിവന്റെ അമ്പലത്തിലേക്ക് എവിടേക്ക് ഇവിടെ നിന്നിട്ടാ പുതുക്കാട് നിന്ന് എന്റെ വീടിന്റെ അവിടെ നിന്ന് വടക്കുനാഥൻ ശിവന്റെ എത്ര കിലോമീറ്റർ ഉണ്ട്? 19-20 കിലോമീറ്റർ 22 കിലോമീറ്റർ ഉണ്ട് കേട്ടാ ഇവിടുന്ന്. വടക്കുനാഥനില് ശിവന്റെ അമ്പലത്തിലേക്ക് മാത്രം പോകുള്ള ആള് വേറെ എവിടേക്കും പോവില്ല. അയാൾ നടന്നു പോകും. ഹർത്താലിന്റെ അന്ന് നടന്നു പോയിട്ടുണ്ടെന്ന്. സൈക്കിള് പോലില്ല ആള്. നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വട്ടല്ല. അപ്പൊ കൂട്ടുകാരൻ പറയാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ആ വ്യക്തി നമ്മൾ ബഹുമാനിക്കണ്ടേ? ആ വ്യക്തിയുടെ മുമ്പ് സറണ്ടർ ആവണ്ടേ? ആ വ്യക്തി ദൈവമുണ്ട് ശിവനാണ് ദൈവം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അതെ സാർ ശിവൻ തന്നെയാണ് ദൈവം. ആ സംഭവം ശരിയാണെന്ന് പറഞ്ഞ് അയാളുടെ മുമ്പിൽ ഞാൻ സറണ്ടറായി. അപ്പൊ കൂട്ടുകാരന്മാര് പറഞ്ഞു നിന്നെ ഞാൻ കുറിച്ച് ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. നീ വിചാരിച്ചു നീ വലിയ നിരാശവാദിയാണ്, വലിയ സംഭവമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ച നീ അയാളുടെ മുമ്പിൽ സറണ്ടർ ആയത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ അയാൾ ആരെന്നറിയാം? അയാൾ ഒരു മഹാനാ. അയാള് അയാൾ 2 പെൺകുട്ടികളാ. അയാള് ഇത്രയും കൊല്ലമായിട്ട് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ പാടില്ല. അത് ബ്രഹ്മഹത്യ ശാപമായിട്ട് തീരും. ബ്രഹ്മത്തിൽ ഹത്യ ചെയ്യുന്ന അതായത് ബ്രഹ്മം എന്ന് പറയുന്ന സംഭവത്തിൽ അയാൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാ. ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഇത്രയും കൊല്ലമായിട്ട് ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തെ നമ്മൾ തകർത്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മഹത്യ പാപം. ഇത് ബ്രഹ്മഹത്യ പാപത്തിന് ഇടയാകും. അതുകൊണ്ട് അയാളുടെ വാദമാണ് ശരി എന്ന് പറഞ്ഞ് അയാളുടെ മുമ്പിൽ തോൽവി സമ്മതിക്കാനായിട്ട് പറയും. അങ്ങനെ ഞാൻ തോൽവി സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരാളുടെ മുമ്പിൽ നമ്മൾ തോൽവി സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള ആളുടെ മുമ്പിൽ നമ്മൾ തോൽക്കും, തോറ്റു കൊടുക്കും. കാരണം എന്തുകൊണ്ടാ? പ്രകൃതിക്ക് വേണ്ടി എന്റെ നല്ല ഭാവിക്ക് വേണ്ടി അവിടെ തോൽക്കും. ക്ലിയർ ആയോ? ഇതുപോലെ ഞാൻ തോറ്റിട്ടുണ്ട്. എനിക്ക് അങ്ങനെ നാണക്കേടോ അതില് പരാതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞു കൊടുത്തപ്പോ കൂട്ടുകാരന്മാർ ആകെ കിളിപ്പോയി. ഇങ്ങനൊരു സംഭവം ഉണ്ടാ? സംഭവം ഉണ്ട്. ഒരാളുടെ ആചാരത്തിനെയോ ഒരാളുടെ ജാതിയെയോ ഒരാൾ സിസ്റ്റത്തിനെയോ ഒരാൾ ഫോളോ ചെയ്യുന്ന തത്വശാസ്ത്രത്തിനെയോ നമ്മളുടെ തത്വശാസ്ത്രം ഉപയോഗിച്ച് തകർക്കണം എന്ന് ആഗ്രഹിക്കരുത്. അയാളുടെ തത്വശാസ്ത്രം എന്താണോ അതിൽ അയാളെ വിടണം. ഇവൻ മകളായാലും മകനായാലും അച്ഛനായാലും അമ്മൂമ്മയായാലും അയാളുടെ തത്വശാസ്ത്രം എന്താണോ അതിൽ അയാൾ ഉറച്ചു നിൽക്കട്ടെ. അയാൾ അങ്ങനെ പോട്ടെ. നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ ആര് വേണമാവാം, ഭർത്താവാം. എന്തിന് ഭർത്താവിന്റെ ആ തത്വശാസ്ത്രത്തിൽ നിങ്ങളത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യണം. അയാൾ പൊക്കോട്ടെ. കണ്ടിട്ടില്ലേ ചില മന്ത്രിമാരുടെ ഭാര്യമാര് ഭയങ്കര ദൈവവിശ്വാസി, മന്ത്രിയുടെ നിരീശ്വരവാദി. നിങ്ങൾ CPM നേതാക്കന്മാർ നോക്കിക്കോ. അവരൊക്കെ ഭാര്യമാര് നല്ല അസല് ദൈവവിശ്വാസികൾ അമ്പലത്തിൽ പോകുന്നവരാ. ഇവന്മാര് പോവില്ല. ഇവന്മാര് ദൈവമില്ല ഇല്ലെന്നൊക്കെ പറയും. അപ്പൊ അവരെങ്ങനെ ജീവിക്കണേ? ഭർത്താവിന്റെ വിശ്വാസം ഭർത്താവിന്, ഭാര്യയുടെ വിശ്വാസം ഭാര്യയ്ക്ക്. ഭാര്യയോട് ഇയാള് പറയില്ലേ ഞാൻ മറ്റേ CPM പ്രവർത്തകരാണ്, നീ അമ്പലത്തിൽ പോകാൻ പാടില്ലെന്നും ഇവരും പറയില്ല, ഭാര്യയും പറയില്ല ഞാൻ ദൈവവിശ്വാസിയാണ്, നിങ്ങൾ ദൈവവിശ്വാസം ഉണ്ട് ചെയ്യണം അല്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് മനക്കേടാണെന്ന് ഭാര്യയും പറയില്ല. അവരുടെ ഭാര്യയുടെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു, ഇയാള് നിരീശ്വരവാദമായിട്ട് പോകുന്നു. രണ്ടും തമ്മിൽ കൂട്ടിക്കലർത്തുന്നില്ല ബെഡ്റൂമിൽ എന്നർത്ഥം. മനസ്സിലായോ? ഇതുപോലെ ആയിരം കാര്യങ്ങളുണ്ട്. ഈ ആയിരം കാര്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിതം മുമ്പോട്ട് പോകും. അതുകൊണ്ട് ആ ഭാര്യയുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കുക. നമ്മുടെ വിശ്വാസങ്ങള്, നമ്മുടെ എന്താ പറയാ ദൈവമില്ല എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമ്മുടെ തിയറി, നമ്മുടെ ഈ പറയുന്ന നിരീശ്വരവാദം എല്ലാതും നമ്മൾ നമ്മുടെ ഭാര്യയുടെ മുമ്പിലോ മക്കളുടെ മുമ്പിലോ സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെ വിളിക്കുന്നതാണ് സറണ്ടറിങ്. തോൽവി എന്ന് പറഞ്ഞ യുദ്ധത്തിൽ മാത്രമല്ല സ്നേഹം കൊണ്ടും തോൽവി കൊടുക്കാൻ പറ്റും. അതേപോലെ ഭാര്യയും എന്ത് ചെയ്യും? ആളുടെ വിശ്വാസവും എല്ലാ കാര്യങ്ങളും ആ വിശ്വാസത്തിൽ അവിടെ നിലനിർത്തുകയും ബെഡ്റൂം ലൈഫിലേക്ക് അത് കൊണ്ടുപോരാതെ ഭർത്താവിന് മുമ്പിൽ അത് സറണ്ടർ ചെയ്യുന്ന ആ സമയം അപ്പോഴേ ദാമ്പത്യം ഉണ്ടാവും, നല്ല ദാമ്പത്യം ഉണ്ടാവുള്ളൂ. അപ്പൊ മനസ്സിലായോ?
ഒരാൾ നിരാശവാദി ആയിരിക്കാം, ഒരാൾ ദൈവവിശ്വാസി ആയിരിക്കാം. അത് സറണ്ടർ ചെയ്യുന്ന സമയമുണ്ട്. അവരുടെ ബെഡ്റൂമിനകത്ത് കയറിയാൽ ഇത് രണ്ടും ഉണ്ടാവില്ല. നിരാശവാദവും ഇല്ല, ദൈവവിശ്വാസം ഇല്ല. രണ്ടും അവർ മാറ്റിവെക്കും. ശരിയല്ലേ? ഇതും സറണ്ടറിങ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ തോൽവി എന്ന് പറയുന്നത് ഇതും തോൽവിയാണ്. അങ്ങനെ തോറ്റു കൊടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. അല്ലാത്തവർ കീരിയും പാമ്പിനെ പോലെ അടിച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും പോയിന്റ്സ് ഉണ്ട്. ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, നാളെ എടുക്കാം. ഓക്കെ, താങ്ക് യു. ബാക്കി നാളെ. Thank you. ഓക്കെ, താങ്ക് യു. Thank you, sir. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ബൈ. അവിടെ എന്തൊക്കെയോ